വെൽക്കം ഓൾ. നമ്മുടെ ഒരു പുതിയ സബ്ജക്റ്റായ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അഥവാ MOSനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ സബ്ജക്റ്റിന്റെ ഒരു ഓവർവ്യൂ, ഇതിന്റെ സിലബസ്, എങ്ങനെയാണ് എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഈ സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണ്. അപ്പോൾ പ്രോബ്ലമാറ്റിക് എന്ന് പറയുമ്പോൾ പ്രശ്നക്കാരൻ എന്നല്ല അർത്ഥം. ന്യൂമറിക്കൽസ് ഒരുപാട് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ന്യൂമറിക്കൽസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ ഈ സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ തിയറി നല്ല വൃത്തിയായിട്ട് നമ്മൾ പഠിക്കണം. തിയറി എളുപ്പമുള്ള തിയറിയാണ്, ഒരുപാട് ഡിഫിക്കൽട്ടി ഒന്നുമില്ല. തിയറി പഠിച്ച് നല്ല തറവായതിനു ശേഷം ന്യൂമറിക്കൽസ് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം ഈ സബ്ജക്റ്റിന്. ഓക്കെ, തിയറി പഠിച്ച് ഒരു വെൽ വേഴ്സ്ഡ് ആയതിനു ശേഷം ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ, നല്ലൊരു ടോപ്പ് ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ദെൻ നമ്മൾ ഈ 2024 സ്കീമാണ്. 2019 സ്കീമിലെ MOS എന്ന് പറയുന്നത് S3-ലായിരുന്നു, 3rd സെമസ്റ്ററിലായിരുന്നു. എക്സാം പാറ്റേണും എല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന്. ഈ ഒരു 2024 സ്കീമില് 2nd സെമസ്റ്ററിലാണ് ഇത് വന്നിരിക്കുന്നത്, ഈ സബ്ജക്റ്റ്. പിന്നെ സിലബസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ സ്കീമിൽ 5 മോഡ്യൂൾസ് ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു സ്കീമിൽ നമുക്ക് 4 മോഡ്യൂൾസേ ഉള്ളൂ. ടോപ്പിക്സ് എല്ലാം 90% സെയിം ആണ്. പുതുതായിട്ട് ടോപ്പിക് ഒന്നും വന്നിട്ടൊന്നുമില്ല. 90% ടോപ്പിക്സ് സെയിം ആണ്. പിന്നെ കഴിഞ്ഞ സ്കീമിനെ വെച്ച് നോക്കുമ്പോൾ 2-3 ടോപ്പിക്സ് ഒക്കെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. 2-3 ടോപ്പിക്സ് ഒക്കെ അല്ലെങ്കിൽ ഒരു 3-4 ടോപ്പിക്സ് ഒക്കെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ ടോപ്പിക്സ് ഒക്കെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം ആണ്. ബാക്കി അവിടെ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ക്ലിയർ? മോഡ്യൂൾസ് അവിടെ 5 ആണെങ്കിൽ ഇവിടെ അത് 4 ആക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിനും മുമ്പത്തെ സ്കീമിൽ 6 മോഡ്യൂൾസ് ആയിരുന്നു. ഓക്കെ, സോ 2024 സ്കീമിൽ 4 മോഡ്യൂൾസേ ഉള്ളൂ. പക്ഷെ ടോപ്പിക്സ് എല്ലാം 90% സെയിം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഒമിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം ഈ സബ്ജക്റ്റിന്റെ ഒരു ഓവറോൾ വ്യൂ നോക്കാം. കോഴ്സ് കോഡ് വരുന്നത് PC CET 205 ആണ്. പിന്നെ ഇത് ടീച്ചിങ് അവേഴ്സ് നിങ്ങൾക്ക് അറിയാം, 3100. അത് അല്ലാത്ത അവേഴ്സിനെ പറ്റിയാണ്. ദെൻ ക്രെഡിറ്റ്സ് 4 ആണ് ഈ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ്, 4 ആണ് സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ്. പിന്നെ കോഴ്സ് ടൈപ്പ് തിയറി ആണ്, തിയറി സബ്ജക്ട്. ദെൻ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ സ്കീമിലൊക്കെ MOS അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും മൊത്തം 150 മാർക്സിനായിരുന്നു. സെമസ്റ്റർ എക്സാം 100 മാർക്കിനായിരുന്നു. പക്ഷേ 3 മണിക്കൂറും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, നമുക്ക് 2.5 മണിക്കൂറേ ഉള്ളൂ എക്സാം. 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം 3 മണിക്കൂർ കൊണ്ട് 100 മാർക്കിനാണ് എഴുതേണ്ടിയിരുന്നത്. പക്ഷെ ഇത്തവണ 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 60 മാർക്കിന് എഴുതിയത്. സോ ഇത്തവണയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പോഴത്തെ സ്കീമിലെ കുട്ടികൾക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം 60 മാർക്കേ ഉള്ളൂ 2.5 മണിക്കൂറും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 100 മാർക്കും 3 മണിക്കൂറും ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തവണ 40 മാർക്സ് കുറച്ചിട്ടുണ്ട്. 2.5 മണിക്കൂറിനാകും സുഖമായിട്ട് നമുക്ക് 60 മാർക്കിന് എഴുതാൻ പറ്റും. കുറച്ചുകൂടെ ആ ഒരു ടൈം നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇത്തവണത്തെ സ്കീമിൽ. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. പിന്നെ അല്ലാതെ ഇന്റേണൽ മാർക്സ് 40, അത് നിങ്ങളുടെ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമിക്സ് പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സ് തരുന്നതാണ്. നിങ്ങളുടെ അറ്റൻഡൻസ്, അസൈൻമെന്റ്, ദെൻ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ സീരീസ് എക്സാം ഇന്റേണൽ മാർക്സിനുള്ള 2 എക്സാമുകൾ നടത്തും. ക്ലിയർ? അത് നിങ്ങൾ അവിടെ നടത്തും. ആൻഡ് എൻ സെമസ്റ്റർ 60 മാർക്കിനാണ്. ഓക്കെ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കിനി ചുവടെ കാണാം, നമുക്ക് നോക്കാം. 1 second. Course objectives: to provide students with a fundamental understanding of the mechanics of deformable bodies and help them develop their analytical and problem solving skills. അതായത് ഡിഫോമബിൾ ബോഡീസിന്റെ അതിന്റെ ഒരു മെക്കാനിക്സിനെ പറ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്യാനും പിന്നെ നമുക്ക് എങ്ങനെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം, നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബേസ് ചെയ്ത പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറയും. ടു ഇൻട്രൊഡ്യൂസ് സ്റ്റുഡൻസ് ടു ദ വേരിയസ് ഇന്റേണൽ ഇഫക്ട്സ് ഇൻഡ്യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ആൻഡ് ഡിഫോർമേഷൻ ഡ്യൂ ടു ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡിംഗ്. അതായത് ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡിംഗ് നമുക്ക് വരുമ്പം അതിന്റെ ഇന്റേണൽ എഫക്ട്സ് ആ സ്ട്രക്ചറൽ മെമ്പറിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതിന്റെ ഇന്റേണൽ എഫക്ട്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഡിഫോർമേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ എഫക്റ്റ് ആണ് അത് മൂലം ഉണ്ടാവുന്നത്, ആ വക കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലാവും. Then to enable students to determine the stress, strain and deformation of loaded structural elements. നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, സ്ട്രെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ദെൻ ഡിഫോർമേഷൻ, ലോഡഡ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ലോഡഡ് സ്ട്രക്ചറൽ എലമെന്റ്സിലെ ഡിഫോർമേഷനെ പറ്റിയൊക്കെ നമുക്ക്
ഈ ഒരു സബ്ജക്ട് പഠിച്ചു കഴിയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ MOS എന്ന് പറയുന്ന സബ്ജക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒരിക്കലും ഇതിനെ ഒരു നിസ്സാര സബ്ജക്റ്റ് ആയിട്ട് വെറുതെ എക്സാമിന് വേണ്ടി മാത്രം പഠിച്ച് കളയരുത്. നിങ്ങൾക്ക് ത്രൂ ഔട്ട് നിങ്ങളൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിങ്ങൾ എത്ര കാലമുണ്ടോ അത്രയും കാലം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിൽ പറയുന്നത്. അത്രേ ക്ലിയർ. അത് ഈ ഒരു സെമസ്റ്റർ എക്സാമിന് വേണ്ടി മാത്രം ഉള്ളതല്ല. അത് കഴിഞ്ഞും നിങ്ങൾക്ക് നമ്മുടെ മറ്റ് സബ്ജക്ട്സ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റുകളാണെങ്കിലും ഇനിയുള്ള സെമസ്റ്റേഴ്സിലെല്ലാം തന്നെ ഇതിന്റെ പല കോൺസെപ്റ്റുകളും നമുക്ക് പല സ്ഥലത്തായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. മാത്രമല്ല നമുക്ക് നമ്മുടെ ഗേറ്റ് എക്സാമിനാണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കാണെങ്കിലും എല്ലാം തന്നെ ഈ സബ്ജക്റ്റ് നല്ലൊരു വെയിറ്റേജിലുണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റുകളെല്ലാം തന്നെ ഇപ്പം നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ ആണെങ്കിലും അതും അതുപോലെ തന്നെ ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ വക സബ്ജക്ട്സുകളെല്ലാം തന്നെ നമുക്ക് ത്രൂ ഔട്ട് നമ്മൾ എത്ര കാലം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു അത്രയും കാലം നമുക്ക് ഇത് ആവശ്യമുണ്ട്. ക്ലിയർ. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഇതിലിപ്പോൾ നമ്മൾ മെക്കാനിക്കലിലും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്ത് വേണം ഇതിന്റെ സിലബസ് നോക്കി വേണം നമ്മൾ പഠിക്കേണ്ടത്. അതിലുള്ള എല്ലാം നമുക്ക് ഇതിലില്ല. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് മെക്കാനിക്കൽ ബ്രാഞ്ചിന് വരുമ്പോഴത്തേക്കും. സിവിൽ എഞ്ചിനീയർ വരുമ്പോഴത്തേക്കും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുക. ക്ലിയർ. ഇതെല്ലാമാണ് കോഴ്സ് ഒബ്ജക്റ്റീവ്. സോ ഇത് കോൺസെപ്റ്റ് വളരെ തറവാക്കി നമ്മൾ എന്താണ് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് അറിയാതിരിക്കണം. ആ രീതിയിൽ വേണം നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കാൻ. ക്ലിയർ. ഇതൊക്കെ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് യൂസ്ഫുൾ ആയി എന്നുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യേണ്ട കോൺസെപ്റ്റ്സ് ആണ്. ക്ലിയർ. അപ്പൊ ഇതാണ് ഇത്രയുമാണ് കോഴ്സ് ഒബ്ജക്റ്റീവ്സ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് സിലബസിലോട്ട് വരാം. സിലബസ് പ്രകാരം ഞാൻ ആദ്യമേ പറഞ്ഞു 4 മോഡ്യൂൾസേ നമുക്കുള്ളൂ. അതിൽ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിനിന്റെയും കോൺസെപ്റ്റ്, പിന്നെ സ്ട്രെസ്സിന്റെ ടൈപ്സ്, സ്ട്രെസ്സും സ്ട്രെയിനും റിലേഷൻഷിപ്സ്, സ്ട്രെയിനിന്റെ ടൈപ്സും ഉണ്ട്. പിന്നെ ഹൂക്സ് ലോ വരും, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽഡ് സ്റ്റീൽ, ഫാക്ടർ ഓഫ് സേഫ്റ്റി, വർക്കിംഗ് സ്ട്രെസ്, പിന്നെ നമ്മളെ ആക്സിയലി ലോഡഡ് ബാർസ് യൂണിഫോംലി വെരിയിങ് ക്രോസ് സെക്ഷൻ, പിന്നെ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡിഫോർമേഷൻ. ദെൻ ടെമ്പറേച്ചർ എഫക്ട്സ് വരും, ടെമ്പറേച്ചർ സ്ട്രെസ് ഇൻ composite bars, shear stress, shear strain, modulus of rigidity, simple shear, punching shear, lateral strain, Poisson's ratio, volumetric strain, bulk modulus of elasticity, relationship between these elastic concepts, then strain energy concept, then strain energy due to normal stress, that in bars carrying axial loads, strain energy due to shear stress. സാധാരണ കഴിഞ്ഞ സ്കീമിലാണെങ്കിൽ ഇത് രണ്ടും 2 മോഡ്യൂളായിട്ടായിരുന്നു. പക്ഷേ ഇതിൽ ചില ടോപ്പിക്സ്, അതായത് നമുക്കിപ്പം ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞതിന്റെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ നോക്കണ്ട, ഇതിലില്ലാത്ത ടോപ്പിക്സ് കളയണം. അപ്പോൾ നമുക്ക് ഡിഫോർമേഷൻ ഓഫ് ആക്സിയൽ ലോഡഡ് ബാർ വിത്ത് യൂണിഫോം വേരിയലി ക്രോസ് സെക്ഷൻ, ആക്സിയൽ ലോഡ്സ്, അതൊന്നും നമുക്കിപ്പോൾ ഇല്ല. പിന്നെ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സിസ്റ്റം, അതും നമുക്കിപ്പം ഇതിനകത്ത് അങ്ങനെ വരുന്നില്ല. പിന്നെ ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ സ്ട്രെസ്സസ് ഇൻ തിൻ സിലിണ്ടർ ആൻഡ് സ്പിയർ ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ, തിൻ സിലിണ്ടറിന്റെയും തിൻ സ്പിയറിന്റെയും ഒക്കെ കാര്യങ്ങൾ പറയും. അതൊന്നും നമുക്ക് എന്താണ്, തിൻ സിലിണ്ടേഴ്സും സ്പിയറും ഒന്നും തന്നെ നമുക്ക് ഈ ഒരു സിലബസിൽ ഇല്ല. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ക്ലിയർ. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായി കാര്യങ്ങളും. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും പ്രോബ്ലം കൂട്ടുമായിരുന്നു. പക്ഷെ ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ് ആ ടോപ്പിക് ഒന്നും നമുക്ക് ഇത്തവണ ഇല്ല. സ്ട്രെസ് ഉണ്ട്, പക്ഷെ ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ് ഇൻ ഗ്രാജുവൽ സഡൻ ഇമ്പാക്ട് ലോഡ് അതൊന്നും നമുക്ക് ഇത്തവണ ഇല്ല. ഡിഫോർമേഷൻ ഓഫ് ആക്സിയലി ലോഡഡ് ബാർസ് വിത്ത് വേരിയിങ് ക്രോസ് സെക്ഷൻ, ബാർസ് വേരിയിങ് ആക്സിയൽ ലോഡ്സ്, അതൊന്നും നമുക്ക് ഇത്തവണ ഇല്ല. ഓക്കെ, അതെല്ലാം മാറ്റിയിട്ട് ഈ 2 മോഡ്യൂൾസ്, ഫസ്റ്റ് കഴിഞ്ഞ സിലബസിലെ 2 മോഡ്യൂൾസ് നമുക്ക് ഒരുമിച്ച് വെച്ചാണ് ഇതിലൊരു ഫസ്റ്റ് മോഡ്യൂൾ തന്നിരിക്കുന്നത്. പക്ഷെ ടോപ്പിക്സ് ഒക്കെ എളുപ്പമാണ്, എളുപ്പമുള്ള ടോപ്പിക്സ് ആണ് എല്ലാം. പാടുള്ള ടോപ്പിക്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, സിമ്പിൾ ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ആ വക കാര്യങ്ങളാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ടെമ്പറേച്ചർ എഫക്ട് ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ആക്സിയൽ ലോഡഡ് ബാർസിന്റെ ഡിഫോർമേഷൻ ഒക്കെ എങ്ങനെ വരും, ദെൻ പോയ്സൺസ് റേഷ്യോ, ഇലാസ്റ്റിക് കോൺസെപ്റ്റ്, നമ്മുടെ കോൺസ്റ്റൻസ്, സ്ട്രെയിൻ എനർജി കോൺസെപ്റ്റ്, ഷിയർ സ്ട്രെസ് പോലെ അത് എങ്ങനെ ഉണ്ടാവുന്നു ഒക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെയായിരുന്നു, വേറെ മാറ്റമില്ല. ബീംസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ്, ദെൻ ടൈപ്സ് ഓഫ് ലോഡിംഗ് ഓൺ ബീംസ്. അതായത് നമുക്ക് പല ടൈപ്പുള്ള ബീമുകളെ പറ്റി, ബീമിനെ പറ്റി പഠിക്കും, അതിന്റെ പല ടൈപ്സിനെ പറ്റി നമ്മൾ പഠിക്കും. എന്നിട്ട് ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇവിടെ, അതിനെപ്പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ക്ലിയർ. ദെൻ നമ്മൾ ഈ ഇന്റൻസിറ്റി ഓഫ് ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് തമ്മിലുള്ള റിലേഷൻ, അതൊക്കെ വളരെ സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. SFD ആൻഡ് BMD, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഇത് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് തന്നെ പഠിക്കണം. ക്ലിയർ. ഇത് നമ്മൾ സാധാരണ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴല്ല. ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്ന കഴിഞ്ഞ സെമസ്റ്ററിൽ 3rd മോഡ്യൂൾ ആയിട്ടായിരുന്നു ഇത്, ഇത്തവണ അത് 2nd ആക്കി. ഇത്തവണ 2nd ആക്കി, അത്രേ ഉള്ളൂ. ഇത്തവണ അത് 2nd മോഡ്യൂൾ ആക്കി.
വേറെ വ്യത്യാസമില്ല, ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ ഈ കാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീംസിന്റെ ഒക്കെ ഓരോ ടൈപ്പ് ഓഫ് ലോഡിങ്ങിലും എങ്ങനെയാണ് അതിന്റെ, അതായത് പല ടൈപ്പ് ഓഫ് ലോഡിങ് നമുക്കുണ്ടല്ലോ. നമുക്ക് ഇപ്പൊ അതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്ക് ഈ പറയുന്ന പോലെ പോയിന്റ് ലോഡ് ഉണ്ട്, UDL ഉണ്ട്, UBL ഉണ്ട്, അതെല്ലാം നമ്മൾ ഇനി പഠിക്കും. എസെൻട്രിക് ലോഡുകൾ വരുന്നുണ്ട്, എല്ലാം നമ്മൾ പഠിക്കും. അതൊക്കെ വരുമ്പം ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീമുകളിൽ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ഈ മോഡ്യൂൾ പഠിക്കും. ദെൻ വി ഹാവ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ, അതൊക്കെ നമ്മൾ ഇനി നോക്കും. അത് കഴിഞ്ഞ് അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്, അതിന്റെ അസംപ്ഷൻസ് എന്താണെന്ന് പഠിക്കും, ലിമിറ്റേഷൻസ്. പിന്നെ നമുക്ക് നോർമൽ സ്ട്രെസ് ബീംസിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് പഠിക്കും. ദെൻ ഷിയർ സ്ട്രെസ് ഇൻ ബീംസിനെ പറ്റി പഠിക്കും. ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്താണെന്ന് പഠിക്കും. ദെൻ ബെൻഡിങ് കാരണമുള്ള സ്ട്രെയിൻ എനർജി പഠിക്കും. കാൽക്കുലേഷൻ ഓഫ് സ്ട്രെയിൻ എനർജി ഇൻ ബീംസും പഠിക്കും. കൂടാതെ ഡെറിവേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്, മെക്കോലേസ് മെത്തേഡും പഠിക്കും. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇതിലും ഒമിറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ, ഒമിറ്റ് ചെയ്ത് പറയാൻ കാരണം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റണം എവിടെ എന്തൊക്കെയാണ് ഇല്ലാത്തതെന്നുള്ളത്. ക്ലിയർ? ഇതും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് ടോപ്പിക്കുകൾ, വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാം നമുക്ക് സിമിലർ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? കഴിഞ്ഞ പ്രാവശ്യം ഇത് മോഡ്യൂൾ 4 ആയിരുന്നു, ഇപ്പൊ മോഡ്യൂൾ 3 ആക്കി. ആൻഡ് ദ ടോപ്പിക്സ് ഓൾ റിമൈൻസ് ദ സെയിം. ക്ലിയർ? ഓൾ ടോപ്പിക്സ് റിമൈൻസ് ദി സെയിം. വേറെ വ്യത്യാസം വരുന്നില്ല. ക്ലിയർ? അടുത്തത് മോഡ്യൂൾ 4, നമ്മുടെ ലാസ്റ്റ് മോഡ്യൂൾസ് ആണ്. അതിൽ ലാസ്റ്റ് മോഡ്യൂളിൽ വി ഹാവ് സ്ട്രെസ്സസ് ഓൺ ഇൻക്ലൈൻ പ്ലെയിൻസ് ഫോർ യൂണിയാക്സിയൽ ആൻഡ് ബൈആക്സിയൽ സ്ട്രെസ് ഫീൽഡ്സ്, പിന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്, മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ 2D പ്രോബ്ലം, മോർ സർക്കിൾ ഓഫ് സ്ട്രെസ് ഫോർ 2D പ്രോബ്ലംസ്. മോർ സൈക്കിളിനെയൊക്കെ പറ്റി നമ്മൾ പഠിക്കും, മോർ സർക്കിളിനെയൊക്കെ പറ്റി നമ്മൾ പഠിക്കും 2D പ്രോബ്ലത്തിന്റെ. പിന്നെ ഷോർട്ട് കോളം എന്താണെന്ന് പഠിക്കും, സ്ലെൻഡർ കോളം പഠിക്കും, കേൺ ഓഫ് എ സെക്ഷൻ. അതിനുശേഷം നമുക്ക് ലിമിറ്റ് യൂളേഴ്സ് ഫോർമുല പഠിക്കും, യൂളേഴ്സ് ബക്ലിംഗ് ലോഡ്, റാങ്കിൻസ് ഫോർമുല, പിന്നെ യൂളേഴ്സിന്റെ ലിമിറ്റേഷൻ പഠിക്കും, സ്ലെൻഡർനെസ് റേഷ്യോ എന്ന ടോപ്പിക് പഠിക്കും. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോറിഷൻ ഓഫ് സർക്കുലർ ആൻഡ് ഹോളോ സർക്കുലർ ഷാഫ്റ്റ്സ്, ദെൻ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദം, ദെൻ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർഷൻ. ഇത്രയുമാണ്. അപ്പൊ ഇതൊന്നും ടോപ്പിക്കുകളൊന്നും കേട്ട് ആരും ഭയക്കണ്ട, എല്ലാം നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ്. അതിന്റെ ന്യൂമറിക്കൽസ് കൂടെ ചെയ്ത് പഠിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് മോഡ്യൂള് അതിന്റെ കോണ്ടാക്ട് അവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പഠിപ്പിക്കേണ്ട അവേഴ്സ് എന്ന് പറയുന്നത് 11 അവേഴ്സ് ആണ്. സെക്കൻഡും 11 ആണ്, തേർഡ് 10 ആൻഡ് ഫോർത്ത് 1 ഈസ് 12. ക്ലിയർ? അപ്പൊ 4 മോഡ്യൂളേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തേന്ന് 90% അതിൽ കൂടുതലും സെയിം ആണ്. ചില ടോപ്പിക്സുകൾ 2-3 അല്ലെങ്കിൽ 3-4 ടോപ്പിക്ക് മാത്രം, കുഞ്ഞു ടോപ്പിക്കുകൾ മാത്രം ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. ക്ലിയർ? അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമ്മളിപ്പോൾ അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്ന അത്രയും കഴിഞ്ഞ സ്കീമിന്റെ ആ ഒരു എക്സാം പാറ്റേൺ വെച്ചിട്ടാണ്. പക്ഷേ പാറ്റേൺ വ്യത്യാസം ഉണ്ടെങ്കിലും സിലബസ് എല്ലാം സെയിം തന്നെയാണ്. ഞാൻ കുറച്ച് ടോപ്പിക്കുകളൊന്നും മാറുന്നേ ഉള്ളൂ, വളരെ കുറച്ച് ടോപ്പിക്, ഒരു 3-4 ടോപ്പിക് ഒന്ന് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. ക്ലിയർ? അപ്പം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സിലബസ്. നമുക്ക് എക്സാം പാറ്റേണിനെ പറ്റി നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 മാർക്കാണ് ടോട്ടൽ. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത്തവണ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 150 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിൽ തന്നെ 100 എൻ സെമസ്റ്റർ എക്സാം ആയിരുന്നു 3 മണിക്കൂറിൽ. ഇത്തവണ 2.5 മണിക്കൂറിൽ നമുക്ക് 60 മാർക്കിനെ എക്സാം ഉള്ളൂ. അപ്പൊ ഇന്റേണലിന്റെ ഇതുവരെയാണെങ്കിൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ്, അതാണ് CIE. അറ്റൻഡൻസ് 5 മാർക്ക്. അസൈൻമെന്റ് ഓർ മൈക്രോ പ്രോജക്ട്, അസൈൻമെന്റ് അത് മൈക്രോ പ്രോജക്ട് 15 മാർക്കിന്. യെസ്. പിന്നെ റിട്ടേൺ എക്സാം ആണ്, നമ്മുടെ സീരിയസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്തുന്ന നമ്മുടെ റിട്ടേൺ എക്സാം ആണ്. ഇന്റേണൽ എക്സാമിനേഷൻ 1 10 മാർക്ക്, ഇന്റേണൽ എക്സാമിനേഷൻ 2 10 മാർക്ക്. അതായത് അവർ അവിടെ ഒരു മാർക്കിന് നടത്തും, അതിനെ 10 കൺവേർട്ട് ചെയ്ത് ഇടും രണ്ടിനും കൂടെ. അപ്പൊ രണ്ടിനും കൂടെ ടോട്ടൽ 20 മാർക്സ് ആണ്. അപ്പൊ ഈ സീരീസ് എക്സാമുകൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. ക്ലിയർ? ഈ സീരീസ് എക്സാം പഠിച്ച് ഇതിന് നല്ല മാർക്ക് വന്നാൽ മാത്രമേ ഇന്റേണൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഒരു എബോവ് നമുക്ക് ഒരു 35 36 എബോവ് ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്താണ് ഈ ഇന്റേണൽ എക്സാമിനേഷൻ. ഇപ്പൊ അറ്റൻഡൻസ് നിങ്ങൾ കൃത്യമായിട്ട് വരിക, നിങ്ങൾക്ക് എന്തായാലും 5 മാർക്ക് കിട്ടും. അസൈൻമെന്റ് നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ 15 മാർക്ക് വരും. പക്ഷേ ഇന്റേണൽ എക്സാം നമ്മൾ എഴുതിയാൽ നമ്മൾ നന്നായിട്ട് എഴുതണം. എക്സാം അസൈൻമെന്റ് നമ്മൾ നന്നായിട്ട് ചെയ്യണം, അറ്റൻഡൻസ് നമുക്ക് വേണം. ഇന്റേണൽ എക്സാം നമ്മൾ പഠിച്ച് നല്ല വൃത്തിയായിട്ട് അത് എഴുതണം. അസൈൻമെന്റും കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യണം, വളരെ നന്നായിട്ട് തന്നെ. എന്നാലും ഈ മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റൂ. കൃത്യമായിട്ട് പിന്നെ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. ക്ലിയർ? അവേഴ്സ് ഒന്നും മുടക്കരുത്. ഇന്റേണൽ എക്സാമിനേഷൻസ് നന്നായിട്ട് പഠിച്ചെഴുതി കഴിഞ്ഞാൽ
ഇതിന് മാത്രമല്ല, നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് പിന്നെ വളരെ എളുപ്പമായിരിക്കും. അത് അവസാനത്തെ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാൻ നിൽക്കരുത്. ഇതെല്ലാം നല്ല പഠിച്ച് തറവായതിനു ശേഷം പിന്നെ ഒന്ന് നമ്മൾ റിവൈസ് ചെയ്ത് പിന്നീട് പഠിക്കാം. ക്ലിയർ? അവസാനത്തെ എക്സാമിന് ആദ്യമേ പഠിച്ച് തറവാക്കുക. ഓക്കെ, ദെൻ ത്രൂ ഔട്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രോബ്ലംസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഈ സബ്ജക്റ്റിന്റെ ഏക പോംവഴി എന്ന് പറയുന്നത്. ക്ലിയർ? തിയറി മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. മാക്സിമം പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ടോട്ടൽ 40 മാർക്സ്. ഇനി എൻ സെമസ്റ്റർ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 2 പാർട്ടുണ്ട്. പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറിയാണ്, മാൻഡേറ്ററി ആയിട്ട് പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. 8 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം ഉള്ളത്. അതായത് നമുക്ക് 4 മോഡ്യൂൾ ഉണ്ട്. 4 മോഡ്യൂൾ ഉള്ളതിൽ ഓരോ മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം, മൊത്തം 8 ക്വസ്റ്റ്യൻസ്. 4 into 2 മൊത്തം 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കാണ്. സോ 3 into 8 നമുക്ക് എത്രയാണ്? 24 മാർക്സ് ആണ് മൊത്തത്തില്. 8 ക്വസ്റ്റ്യൻ 3 മാർക്ക്, ഓരോ മോഡ്യൂളിൽ നിന്നും 2 എണ്ണം വെച്ച്. അപ്പൊ 8 ക്വസ്റ്റ്യൻ ഒരെണ്ണത്തിന് 3 മാർക്ക്. സോ 24 മാർക്സ് ആണ് പാർട്ട് എയിൽ. പാർട്ട് ബിയിൽ വരുന്നത് ഒരു ക്വസ്റ്റ്യന് 9 മാർക്ക് വെച്ചിട്ടാണ്. ക്ലിയർ? പാർട്ട് ബിയിലും നമുക്ക് എന്താണ്? നമുക്ക് പാർട്ട് ബിയില് 4 മോഡ്യൂൾസിൽ നിന്നും ഉണ്ടാകും. അതിൽ തന്നെ പാർട്ട് എയിലെ പോലെ അല്ല. പാർട്ട് എയിൽ നമുക്ക് എല്ലാം മാൻഡേറ്ററി ആണ്, എല്ലാ ക്വസ്റ്റ്യനും ഉള്ളതെല്ലാം എഴുതിയേ പറ്റൂ. പക്ഷെ പാർട്ട് ബിയിൽ അങ്ങനെയല്ല. അത് കൂടുതലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ വരുന്നത്. തിയറി പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് ഒരു മാർക്കിന് അങ്ങനെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാലേ, അത്രേ ഉള്ളൂ. പക്ഷെ പാർട്ട് എയിൽ കൂടുതലും തിയറിയാണ്. ഓക്കെ, പാർട്ട് എയിലും ന്യൂമറിക്കൽ വരാം. പക്ഷെ എന്നാലും മെജോറിറ്റിയും തിയറി ക്വസ്റ്റ്യൻസ് പാർട്ട് എയിലാണ്. പാർട്ട് ബിയിലും മെജോറിറ്റിയും എന്താണ്, ഒരു 90% ന്യൂമറിക്കലാണ്. ചിലപ്പോൾ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു തിയറി വന്നാലായി. അല്ലാതെ തിയറി മാത്രമായിട്ട് അവിടെ ഒരിക്കലും ചോദിക്കില്ല. ന്യൂമറിക്കൽ തന്നെയായിരിക്കും പാർട്ട് ബി. ഓരോ ക്വസ്റ്റ്യനും 9 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ 4 ക്വസ്റ്റ്യൻ മൊത്തം എന്താണ്, നമുക്ക് ഓരോ മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാകും. പക്ഷെ അതിൽ ഒരെണ്ണം നമ്മൾ എഴുതിയാൽ മതി. നമുക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് ഓരോ മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ച് തരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ക്ലിയർ? അങ്ങനെ 4 മോഡ്യൂളിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 4 into 9 we will get 36. 4 into 9 we will get 36 mark. അപ്പൊ 24 plus 36 we will get 60. ക്ലിയർ? പിന്നെ പാർട്ട് ബിയില് ഞാൻ പറഞ്ഞ പോലെ ഒരു 2 questions will be there ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ. ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു മോഡ്യൂൾ നമുക്ക് ആ ഒരു സെലക്ഷൻ ആണ്. ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്കിപ്പോ ഒരു മോഡ്യൂൾ, നമ്മളിപ്പോ ചിലർ വിചാരിക്കും എന്താണ്, നമുക്കിപ്പോ ഒരു മോഡ്യൂൾ കളഞ്ഞിട്ട് ബാക്കി മോഡ്യൂൾസിന്റെ 4 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയല്ല, ഒരു മോഡ്യൂളിനകത്തെന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? അതായത് നമുക്ക് ഒരു മോഡ്യൂൾ എടുത്ത് കളയാൻ പറ്റൂല. എന്തായാലും 4 മോഡ്യൂളിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ പറ്റൂ. അതിൽ ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 2 ക്വസ്റ്റ്യനിൽ നിന്ന് മാത്രമേ നമുക്ക് സെലക്ഷൻ നടത്താൻ പറ്റൂ. അല്ലാതെ മൊത്തത്തിലല്ല സെലക്ഷൻ. മൊത്തത്തിൽ ഇപ്പൊ 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 8ൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി എന്ന് പറയുമ്പോൾ ചിലർ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു മോഡ്യൂൾ അങ്ങോട്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു മോഡ്യൂളിൽ നിന്നും 2 എണ്ണം ഉണ്ടാവും. അതിൽ നിന്ന് ഒരെണ്ണമേ എഴുതാൻ പറ്റൂ. ഒരു വിത്തിൻ, അതായത് എല്ലാ മോഡ്യൂളും നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ പറ്റൂ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട്. ക്ലിയർ? 8 ക്വസ്റ്റ്യൻ ഉള്ളത് 8ൽ ഏതെങ്കിലും 4 അല്ല, മറിച്ച് ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വീതം തരും. ആ 2 എണ്ണത്തിൽ ഒരെണ്ണം ദിസ് ഓർ ദിസ് എന്ന് തരും. അല്ലാതെ ഏതെങ്കിലും 4 എണ്ണം അല്ല, വിത്തിൻ ദ മോഡ്യൂൾ ആണ് നമ്മൾ സെലക്ഷൻ നടത്തേണ്ടത്. ക്ലിയർ? ഓക്കെ, ഇപ്പൊ മോഡ്യൂൾ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. മോഡ്യൂൾ 2 അഗെയിൻ തേർഡ്, ഫോർത്ത്. അങ്ങനെ വരുമ്പോൾ മോഡ്യൂൾ 1ൽ നിന്ന് 1 or 2 ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനോ സെക്കൻഡ് ക്വസ്റ്റ്യനോ എഴുതാം. മോഡ്യൂൾ 2ൽ നിന്ന് തേർഡ് ക്വസ്റ്റ്യനോ ഫോർത്ത് ക്വസ്റ്റ്യനോ എഴുതാം. അല്ലാതെ നമുക്ക് ഈ 1 ഉം 2 ഉം കളഞ്ഞിട്ട് 3rd ഉം 4th ഉം എഴുതാമെന്നല്ല. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2, അതുപോലെ തന്നെ ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4. ഇങ്ങനെ മോഡ്യൂളിനകത്തുനിന്നാണ് സെലക്ഷൻ വരുന്നത്. ക്ലിയർ? ദെൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സാം പാറ്റേൺ. പിന്നെ കഴിഞ്ഞ 2019 സ്കീം ആണെങ്കിൽ നമുക്കറിയാം 5 മോഡ്യൂൾ, പിന്നെ എക്സാം 100 മാർക്ക് 3 മണിക്കൂറായിരുന്നു. പക്ഷെ ഇത്തവണ 60 മാർക്കേ ഉള്ളൂ. ദാറ്റ് ഈസ് 2.5 മണിക്കൂർ. അപ്പൊ 2.5 മണിക്കൂർ 60 മാർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക്. പക്ഷെ എന്ന് വെച്ചാൽ സമയം കളയരുത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഓരോ ക്വസ്റ്റ്യനും ഒരു 3 സബ് ഡിവിഷൻ വരെ മാക്സിമം ഉണ്ടാവും. ചിലപ്പോൾ സബ് ഡിവിഷൻ കാണൂല, ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ ചോദിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 1 or 2 അല്ലെങ്കിൽ 3 സബ് ഡിവിഷൻ വരെ, മാക്സിമം 3 സബ് ഡിവിഷൻ വരെ കാണും. ഒരെണ്ണം ചിലപ്പോൾ ഒരു ഡെഫിനേഷനോ
അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡെറിവേഷനോ ഒക്കെ ആയിരിക്കും. ക്ലിയർ? അതാണ് പാർട്ട് എ മെജോറിറ്റി തിയറി ആയിരിക്കും, പാർട്ട് ബി ന്യൂമറിക്കൽ ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ എക്സാം പാറ്റേൺ. ക്ലിയർ ആയപ്പോൾ ഇത് ഇന്റേണൽ 40 മാർക്സ്, എക്സ്റ്റേണൽ 60 മാർക്ക്. രണ്ട് സ്ഥലത്ത് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യണം, കാരണം ഗ്രേഡ് വരുന്നത് ഓവറോൾ ആണ്. അടുത്തത് ഇനി കോഴ്സ് ഔട്ട്കത്തിനെ പറ്റിയാണ് അടുത്ത് പറയേണ്ടത്. കോഴ്സ് ഔട്ട്കം എന്ന് പറയുമ്പം നോക്കാം, ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും എന്താണ് സ്റ്റുഡൻസിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ സാധിക്കും. Recall the fundamental terms and theorems associated with the mechanics of linear elastic conformal bodies. Explain the behavior and response of various structural elements under various loading conditions. Apply the principles of solid mechanics to calculate internal stress. അത് നമുക്ക് ഈ പറയുന്ന പോലെ ലീനിയർ ഇലാസ്റ്റിക് ഡിഫോമൽ ബോഡീസിന്റെ മെക്കാനിക്സിനെ പറ്റി അതിന്റെ തിയറംസ് ആൻഡ് ഫണ്ടമെന്റൽ ടേംസ് എല്ലാം അറിയാൻ പറ്റും. റെസ്പോൺസ് അതിന്റെ ബിഹേവിയർ റെസ്പോൺസ് എങ്ങനെയാണ് ഓരോ വേരിയസ് ലോഡിംഗ് കണ്ടീഷനിലും എങ്ങനെയാണ്. പിന്നെ സ്ട്രെയിൻ റിസൾട്ടന്റ് സ്ട്രെസ്സിനെ പറ്റി, സ്ട്രെയിൻ എനർജീസിനെ പറ്റി പഠിക്കാൻ പറ്റും. ആക്സിൽ ലോഡ്സ്, ട്രാൻസ്ഫേഴ്സ് ലോഡ്സിനെ ഒക്കെ പറ്റി, അതിന്റെ ബെൻഡിങ് ട്വിസ്റ്റിംഗ് മൊമെന്റ്സ് ഒക്കെ വരുമ്പോൾ അവിടെ നമുക്ക് അതിന്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അവിടുത്തെ ഇന്റേണൽ സ്ട്രെസ്, സ്ട്രെയിൻസ് ഇതൊക്കെ നമുക്ക് എങ്ങനെ, അതായത് ഈ സ്ട്രെസ് റിസൾട്ടന്റ് സ്ട്രെയിൻ ഒക്കെ ഇല്ലേ, സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ അതൊക്കെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഓരോ സ്ട്രക്ചറിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ചൂസ് അപ്രോപ്രിയേറ്റ് പ്രിൻസിപ്പിൾസ്. അതെ, നമുക്ക് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, അതായത് നമുക്ക് എന്താണ് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് എങ്ങനെ ഏതൊക്കെ ഫോർമുലാസ് നമുക്ക് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്താണ് നമ്മുടെ കോൺസ്റ്റൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാം. Then perform stress transformation, identify principal stress, principal planes അല്ലെങ്കിൽ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ്. ഒരു സ്ട്രക്ചറൽ മെമ്പറിൽ ഒരു പോയിന്റ് തന്നാൽ അവിടെ നമുക്ക് സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ നടത്താം. പിന്നെ പ്രിൻസിപ്പൽ പ്ലെയിൻ ഏതാണ്, സ്ട്രെസ് ഏതാണ്, മാക്സിമം ഷിയർ സ്ട്രെസ് എങ്ങനെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. Then analyze the given structural member to calculate the safe load or proportion the cross section to carry the load safety. ഓക്കെ, നമുക്ക് ആ ഒരു സ്ട്രക്ചറൽ മെമ്പർ നമുക്ക്, അതായത് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് അതിന് സേഫ് ലോഡ് എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് അത് പ്രൊപ്പോർഷൻ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ആ സേഫ് ആയിട്ട് ലോഡ് ക്യാരി ചെയ്യാൻ ഒരു ക്രോസ് സെക്ഷനും പർട്ടിക്കുലർ ക്രോസ് സെക്ഷനും വേണ്ടേ, അതൊക്കെ നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഈ K1, K2, K3. K1 റിമെമ്പർ, K2 അണ്ടർസ്റ്റാൻഡ്, K3 സപ്ലൈ, K4 അനാലിസ്, K5 ഇവാലുവേറ്റ് ആൻഡ് K6 ക്രിയേറ്റ്. ക്ലിയർ? ഓരോന്നും ഓരോന്നാണ്. നമുക്ക് ഓർത്തിരിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, അപ്ലൈ ചെയ്യാനുണ്ട്, നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്, നമുക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്ത് നോക്കാനുണ്ട്, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഉണ്ട്. ക്ലിയർ? അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിന് നമുക്ക് ജസ്റ്റ് മാപ്പിംഗ് ടേബിൾസ് ഒക്കെ നമുക്ക് ഓരോ കോഴ്സ് ഔട്ട്കം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. നമുക്ക് ഓരോ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഓരോ ടെക്സ്റ്റ് ബുക്സ് നമുക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്സ് എല്ലാം നമുക്ക് റെഫർ ചെയ്യാം. ഈ പറയുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ ഓഫ് ദ ബുക്സ് കൊടുത്തിട്ടുണ്ട്, മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ്, നെയിം ഓഫ് ദ ഓതേഴ്സ് ഈസ് ഗിവൺ ദെയർ, പബ്ലിഷർ തന്നിട്ടുണ്ട്. അഗെയിൻ ടെക്സ്റ്റ് ബുക്ക് ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, മെക്കാനിക്സ് ഓഫ് സോൾട്ട്, മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ്, ഇതിന്റെ എല്ലാ ഓതേഴ്സിന്റെ പേരും കണ്ടോ. എസ് ജെ ഷാ, എസ് ബി ജുനാക്കർ, ആർ കെ ബെൻസാൽ, ബി സി പുൻമിയ, അശോക് കെ ജെയിൻ, അരുൺകുമാർ ജെയിൻ, ഇവരുടെയൊക്കെ ഇതും ഓതേഴ്സിന്റെ പേര്. അതായത് ഓതേഴ്സിന്റെ പേര് നോക്കി ടൈറ്റിൽ, ഓക്കെ, വെറും ടൈറ്റിൽ മാത്രം നോക്കി വാങ്ങിക്കരുത്. ടൈറ്റിൽ നോക്കണം, ഓതേഴ്സിന്റെ പേരും നോക്കണം. ക്ലിയർ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബുക്സ്. പബ്ലിഷേഴ്സ് നോക്കണം. ക്ലിയർ? പബ്ലിഷേഴ്സ് നോക്കണം, മെയിനായിട്ട് ഓതേഴ്സിന്റെ പേര് നോക്കണം, പിന്നെ ആ ടൈറ്റിൽ നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് വേണം വാങ്ങിക്കേണ്ടത്. ഓക്കെ, ഇതും അതുപോലെ റെഫറൻസ് ബുക്കാണ് ഓരോ കാര്യങ്ങളുടെ. ഓക്കെ, ഇതെല്ലാം തന്നിട്ടുണ്ട്, ടൈറ്റിൽസ് എല്ലാം തന്നിട്ടുണ്ട്, ഓതേഴ്സ് തന്നിട്ടുണ്ട്, പബ്ലിഷേഴ്സും തന്നിട്ടുണ്ട്. ക്ലിയർ? ആ റെഫറൻസ് ബുക്ക് നിങ്ങൾ നോക്കി വായിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ എന്താണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് എവിടെ നിന്നാണ് വാങ്ങിക്കണം. അപ്പൊ ഇത് നോക്കിയിട്ട് വാങ്ങിക്കുക. ക്ലിയർ? ഇതല്ലാതെയും ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്, ഒരുപാട് ലൈബ്രറീസിൽ അവൈലബിൾ ആണ്, പിന്നെ പ്രീവിയസ് ഇയർ എല്ലാം അവൈലബിൾ ആണ്. സോ റെഫറൻസ് ബുക്കായിട്ട് വാങ്ങിക്കുന്നതാണെങ്കിൽ അത് നല്ലതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ നോട്ട് മാത്രം പഠിക്കരുത്. നോട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് എക്സാമിനുള്ളത് ഒരു പക്ഷെ നമുക്ക് എഴുതാൻ പറ്റിയിരിക്കും, പക്ഷെ ഈ കോൺസെപ്റ്റ് നമുക്ക് ഡെപ്തിൽ മനസ്സിലാവില്ല. നമ്മൾ വെറുതെ ഒരു ഔട്ട്ലൈനിൽ കൂടെ ഇപ്പം നമ്മളൊരു നമ്മളൊരു ഹ്യൂമൻ ബോഡിയെ പറ്റി പഠിക്കുമ്പോൾ വെറുതെ ഒരു ഔട്ട്ലൈൻ, അതായത് നമുക്കിപ്പോൾ ഇത്ര കണ്ണും മൂക്കും ഉണ്ട്, ചെവിയുണ്ട്, അല്ലെങ്കിൽ രണ്ട് കാലും കൈയൊക്കെ ഉണ്ടെന്ന് മാത്രം പഠിച്ചു പോകുന്നതാണോ, അതോ അതിന്റെ ഡെപ്തിൽ ഓരോ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ പറ്റി പഠിച്ചു പോകുന്നതാണോ ഏറ്റവും നല്ലത്? അതുപോലെയാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. നമ്മൾ ഈ നോട്ട്സ് മാത്രം പഠിച്ചാൽ നമുക്ക് ഔട്ട്ലൈൻ മാത്രമേ പിടി കിട്ടുള്ളൂ.
ടെക്സ്റ്റ് ബുക്കും കൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡെപ്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ കോൺസെപ്റ്റുകൾ നമുക്ക് എക്സാമിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഭാവിയിലത്തെ എക്സാമിന് വളരെ നല്ലതാണ്. ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിക്കുന്നവർക്ക് ടോപ്പ് സ്കോർ എന്തായാലും കിട്ടും, ഒരു സംശയവും ഇല്ല. പിന്നെ പാസ്സാവാനാണെങ്കിലും ഈ പറയുന്ന പോലെ തിയറി എല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ അഥവാ ഞാൻ പറഞ്ഞ പാസ് മാർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ടോപ്പ് സ്കോർ ഉള്ള ആൾക്കാർ എന്തായാലും ഇതെല്ലാം പഠിച്ചേ പറ്റൂ. അവർ ടെക്സ്റ്റ് ബുക്കും കൂടെ വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന റെഫറൻസ് ബുക്കുകളൊക്കെ വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടെക്സ്റ്റ് ബുക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ റെഫറൻസ് ബുക്കൊക്കെ വെച്ച് പഠിക്കുന്നതാണ്. ഈ ടെക്സ്റ്റ് ബുക്സും കണ്ടോ, റെഫറൻസ് ബുക്സ് ഒക്കെ വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഓരോ പബ്ലിഷേഴ്സ് എല്ലാം വെച്ച് പഠിക്കണം. പക്ഷെ പാസ് മാർക്കിന് വേണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്താണ്, ഈ പറയുന്ന പോലെ തിയറി കംപ്ലീറ്റ് പഠിക്കണം, അതിൽ യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ന്യൂമറിക്കൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു മോഡ്യൂളിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മോഡ്യൂളിൽ മാറ്റിയിട്ട് ബാക്കിയുള്ള 3 മോഡ്യൂൾസ്, അതായത് നിങ്ങൾക്ക് ഇപ്പം 4 മോഡ്യൂൾസ് ഉള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ പാടായിരിക്കുമല്ലോ. ആ നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള 3ന്റെയും ന്യൂമറിക്കൽസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ക്ലിയർ? സോ ദാറ്റ് നിങ്ങൾക്ക് അത് എന്താണ് പാസ്സാവാനുള്ളത് കിട്ടും. 4ഉം എളുപ്പമുള്ളതാണ് കേട്ടോ, ഇതിലൊന്ന് പാട് ഡിഫിക്കൽട്ട് ഒന്നുള്ളതില്ല. പിന്നെ മോഡ്യൂൾ 2 മാത്രം അത് നമ്മളെ സാധാരണ ന്യൂമറിക്കൽ പോലെ അല്ല, നമുക്ക് വരയ്ക്കാനുള്ളതാണ്. അത് തുടക്കത്തിലെ ഒരു ബേസ് അതിൽ നേടിയെടുക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അല്ലാതെ അവസാനം കൊണ്ടിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂൾ അല്ല മോഡ്യൂൾ 2. ക്ലിയർ? അതുകൊണ്ട് അത് SFD BMD ഒക്കെ തുടക്കത്തിലെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ക്ലിയർ? അപ്പൊ കഴിവതും മോഡ്യൂൾസ് ഒന്നും വിടരുത്. പിന്നെ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഒരെണ്ണം പാടായിട്ട് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള മോഡ്യൂൾസ് എല്ലാം തിയറി എല്ലാത്തിൻ്റെയും പഠിച്ചിരിക്കണം. 4 മോഡ്യൂളിനും തിയറി പഠിച്ചിരിക്കണം. പിന്നെ ന്യൂമറിക്കൽസ് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒന്നൊക്കെ ഒരു മോഡ്യൂൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ളതെങ്കിലും പഠിച്ചാൽ ഞാൻ പറഞ്ഞ പാസ് മാർക്കിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇത് പാസ് മാർക്ക് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ ടോപ്പ് മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നവരെ എല്ലാ മോഡ്യൂൾസും പക്കയായിട്ട് പഠിച്ചിരിക്കണം വിത്ത് ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്തിരിക്കണം. ആൻഡ് തിയറിയും ന്യൂമറിക്കൽസും എല്ലാ മോഡ്യൂൾസിന്റെയും പഠിച്ചിരിക്കണം. ദെൻ ടെക്സ്റ്റ് ബുക്സ് ഓൾസോ. ഓക്കെ, കഴിയുമെങ്കിൽ റെഫറൻസ് ബുക്കുകളും. എന്നാലേ ടോപ്പ് സ്കോർ വാങ്ങിക്കാൻ പറ്റൂ, ടോപ്പ് ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ പാസ് മാർക്കിന് വേണ്ടിയിട്ടുള്ളതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞത്. ക്ലിയർ? പക്ഷേ ഈ സബ്ജക്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് ന്യൂമറിക്കൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കുറച്ച് ശ്രദ്ധിച്ച് വേണം ഈ ഒരു സബ്ജക്ട് കൈകാര്യം ചെയ്യാൻ. എളുപ്പമുള്ള സബ്ജക്ട് തന്നെയാണ്, വലിയ പാടൊന്നുമില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ സബ്ജക്ട്. പക്ഷെ നമ്മൾ ആ ഒരു നമുക്ക് ആ ഒരു എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ് അത് നമ്മൾ കൂട്ടിയെടുക്കണം. അത് നമുക്ക് ജന്മനാ കിട്ടുന്ന എബിലിറ്റിയേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വേണം അത് വരുത്തേണ്ടത്. നമുക്കിപ്പോൾ ജന്മന എത്ര കഴിവ് കിട്ടിയെന്ന് പറഞ്ഞാലും ഈ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസിലൂടെ കിട്ടുന്ന സബ്ജക്റ്റ് ആണ്. ക്ലിയർ? പ്രാക്ടീസ് ചെയ്താലേ ഈ സബ്ജക്ട് നമുക്ക് നേരാവണ്ണം കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, യെസ്. സോ ദാറ്റ്സ് ഓൾ റിഗാർഡിങ് ദിസ് സബ്ജക്ട്. പിന്നെ നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴാണെങ്കിലും ആദ്യം ഡേറ്റാസ് എല്ലാം കൃത്യമായിട്ട് എടുത്തെഴുതണം. എന്തെങ്കിലും കൺവേർഷൻ വേണമെങ്കിൽ അത് ചെയ്യണം. ദെൻ കറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യണം. അതിൽ ഫോർമുലയിൽ നമ്മൾ എന്താണ് ആ ഓരോ ടേംസിന്റെയും SI യൂണിറ്റ് സഹിതം ആദ്യത്തെ ഒരു സ്റ്റെപ്പിലെങ്കിലും SI യൂണിറ്റ് സഹിതം അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും SI യൂണിറ്റ് സഹിതം നമ്മൾ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം നമ്മുടെ വാല്യൂസ്. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് പിന്നെ കാൽക്കുലേറ്റർ അവൈലബിൾ ആണല്ലോ, കുഴപ്പമില്ല. ഫൈനൽ ആൻസർ ഒന്ന് തെറ്റിപ്പോയി എന്ന് കരുതി നിങ്ങൾക്ക് മൊത്തം മാർക്കൊന്നും വെട്ടിക്കളയില്ല. സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൺവേർഷനും ഫോർമുല അപ്ലൈ ചെയ്താലും പിന്നെ കഴിയുമെങ്കിൽ ഗ്രാഫൊക്കെ വെച്ച് വരയ്ക്കാൻ നോക്കുക. ഗ്രാഫൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. തിയറിയിലാണെങ്കിലും ന്യൂമറിക്കലാണെങ്കിലും ഗ്രാഫൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇത് മാൻഡേറ്ററി ഒന്നും അല്ല, പക്ഷെ ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, തെറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ മാർക്ക് കുറയും. അപ്പൊ ഇത്രയേ ഉള്ളൂ റിഗാർഡിങ് അവർ ഓവറോൾ വ്യൂ ഓഫ് ദി സബ്ജക്ട്. നമുക്ക് ആ സബ്ജക്റ്റിന് നമുക്ക് നമ്മുടെ തുടക്കം മോഡ്യൂൾ ഒന്ന് നോക്കാം. സോ MOSന്റെ മോഡ്യൂൾ 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മോഡ്യൂളിലാണ് നമ്മൾ സ്ട്രെസ്, സ്ട്രെയിൻ, പിന്നെ നമ്മുടെ ആക്സിയൽ മെമ്പേഴ്സിന്റെ കാര്യം, പിന്നെ ഹൂപ്സ് ലോ, പിന്നെ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ എഫക്ട്സ്, അതുപോലുള്ള ഇലാസ്റ്റിക് കോൺസെപ്റ്റ്സ്, നമ്മൾ കോൺസ്റ്റൻസ്, ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം, പോയ്സൺസ് റേഷ്യോ, ഇതിനൊക്കെ പറ്റി നമ്മൾ സ്ട്രെയിൻ എനർജി ഒക്കെ പറ്റി പഠിക്കാൻ പോകുന്നത് ഈ ഒരു മോഡ്യൂളിലാണ്. ക്ലിയർ? മോഡ്യൂൾ 1. കഴിഞ്ഞ പ്രാവശ്യത്തെ 2 മോഡ്യൂൾ ഇത്തവണ ഒറ്റ മോഡ്യൂൾ ആക്കിയിരിക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് ചില ടോപ്പിക്സ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എളുപ്പമാണ്. അപ്പൊ ആദ്യം നമുക്ക് സ്ട്രെസ് എന്താണെന്ന് നോക്കാം. ആക്ച്വലി
സ്ട്രെസ് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ടു ആൻ ഓബ്ജെക്ട് പെർ യൂണിറ്റ് ഏരിയ. അതായത് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓബ്ജക്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ഓബ്ജക്റ്റ് ഉണ്ട്, അതിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ പെർ യൂണിറ്റ് ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ ഫോഴ്സ് ഇറ്റ് സെൽഫ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്ന് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതേ യൂണിറ്റ് തന്നെയാണ് പ്രഷർ. പ്രഷറും അത് തന്നെയല്ലേ? എന്താണ്? അതും പ്രഷറും എന്ത് തന്നെയാണ്? ഈ പറയുന്ന പോലെ നമ്മളെ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സ്ട്രെസ്സും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് അപ്ലൈ ടു ആൻ ഓബ്ജെക്ട് പെർ യൂണിറ്റ് ഏരിയ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ യൂണിറ്റ് ഏരിയ അപ്ലൈ ചെയ്യുന്ന, പക്ഷേ സ്ട്രെസ്സും പ്രഷറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, രണ്ടും എക്സാക്ട്ലി സെയിം അല്ല, എന്നാൽ സിമിലറുമാണ്. പക്ഷേ SI യൂണിറ്റ് രണ്ടിന്റെയും എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. So stress is a force applied to an object or body per unit area. It is the intensity of the internal force. Internal force ന്റെ intensity ആണ് സത്യത്തിൽ സ്ട്രെസ് കാണിച്ചു തരുന്നത്. ക്ലിയർ? ഓക്കെ, സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇന്റേണൽ ഫോഴ്സ് ഇല്ലേ, ആ ഇന്റേണൽ ഒരു മെറ്റീരിയലിനകത്ത് വരുന്ന ഒരു ഇന്റേണൽ ഫോഴ്സിന്റെ ഇന്റൻസിറ്റിയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. ക്ലിയർ? സ്ട്രെസ്സും പ്രഷറും സെയിം അല്ല, അവർ ഡിഫറെന്റ് ആണ്. പിന്നെ ചില സിമിലാരിറ്റീസ് ഉണ്ട്, പിന്നെ SI യൂണിറ്റും സെയിം ആണെന്നേ ഉള്ളൂ, ബട്ട് ദേ ആർ ഡിഫറെന്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ഇന്റേണൽ ഫോഴ്സ് ആണ്. ആ ഇന്റേണൽ ഫോഴ്സിന്റെ ഇന്റൻസിറ്റി നമുക്ക് കാണിച്ചു തരുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സിന്റെ സിമ്പൽ എന്ന് പറയുന്നത് സിഗ്മ. ഇതാണ് സ്ട്രെസ്സിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. എന്താണ് ഫോർമുല? ഡെഫിനിഷൻ തന്നെയാണ് നമുക്ക് ഫോർമുലയിലൂടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ലോഡ് പെർ ഏരിയ. ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ്. ഫോഴ്സ് എന്നും പറയും, ലോഡ് എന്നും പറയും. ക്ലിയർ? ഫോഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ ലോഡ് എന്നും പറയാം. ഫോഴ്സ് പെർ ഏരിയ എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ മെക്കാനിക്സിലോട്ട് വരുമ്പോൾ ലോഡ് പെർ ഏരിയ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, അപ്പൊ ലോഡ് പെർ ഏരിയ P/A. P എന്ന് പറയുമ്പോൾ ഫോഴ്സ് അല്ലെങ്കിൽ ലോഡ് ബൈ ഏരിയ A. അപ്പൊ ലോഡ് ബൈ ഏരിയ P/A ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാസ്കൽ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ആണല്ലോ, ഒരു പാസ്കൽ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതുപോലെ ഒരു മെഗാ പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഒരു പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഒരു മെഗാ പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ mm സ്ക്വയർ. ആൻഡ് ഒരു ജിഗാ പാസ്കൽ എന്ന് പറയുന്നത് 1 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്നാണ്. ക്ലിയർ? ഇപ്പൊ നമുക്ക് പറയാം, ഒരു മെഗാ പാസ്കൽ ഈക്വൽ ടു 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആക്കുന്നത്. ക്ലിയർ? അതായത് 1 മെഗാ പാസ്കൽ എന്ന് പറയുമ്പോൾ ഒരു പാസ്കൽ 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണെങ്കിൽ 1 മെഗാ പാസ്കൽ എന്ന് പറയുമ്പോൾ 10⁻⁶ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? നമുക്ക് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആവും. ഓക്കെ, 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും, എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും? ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതെന്താവും? അത് 1 ആവും. ഓക്കെ, സോ ഒരു പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഒരു മെഗാ പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ആൻഡ് 1 ജിഗാ പാസ്കൽ എന്ന് പറയുമ്പോൾ 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അതിനെ നമ്മൾ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 10⁻³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആവും. അത് തന്നെയാണ് കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഈ കൺവേർഷൻസ് മെഗാ, ജിഗ, ഇതൊക്കെ നമ്മൾ എന്താണ്? നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും യൂണിറ്റ് തരുന്നത്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെക്കാളും ന്യൂട്ടൺ പെർ mm സ്ക്വയറിലായിരിക്കും പലപ്പോഴും യൂണിറ്റ് തരുന്നത്, ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പൊ ഈ കൺവേർഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ? അല്ലെങ്കിൽ തെറ്റും. കൺവേർഷൻസ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. എപ്പോഴും വേണ്ടി വരില്ല, പക്ഷെ മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻസിലും അറ്റ്ലീസ്റ്റ് 1 or 2 എങ്കിലും കൺവേർഷൻസ് വരും. പക്ഷെ നിസ്സാര കൺവേർഷൻസ് ആയിരിക്കും, അത് ഒരുപാട് പാടൊന്നുമില്ല. സോ 1 പാസ്കൽ എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, 1 മെഗാ പാസ്കൽ എന്ന് പറയുമ്പോൾ 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ, ആൻഡ് 1 ജിഗാ പാസ്കൽ എന്ന് പറയുമ്പോൾ 1 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അതെങ്ങനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് ആകും എന്നുള്ളതും ഓർത്തിരിക്കണം. അതിനെ എങ്ങനെ നമ്മൾ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതും ഓർത്തിരിക്കണം. ക്ലിയർ? അത്രേ ഉള്ളൂ. ഇതാകുമ്പോൾ ഇൻറ്റു 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഇവിടെ ആകുമ്പോൾ ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. അതിനെ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ന്യൂട്ടൺ പെർ mm സ്ക്വയറും കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ക്ലിയർ? ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് സ്ട്രെസ്. ആക്ച്വലി F ആണ്. ടൈപ്സ് ഓഫ് സ്ട്രെസ്. ടൈപ്സ് ഓഫ് സ്ട്രെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ
we have first one is tensile stress. Tensile stress എന്ന് പറയുമ്പം എങ്ങനെയാണ്? Stress induced due to two equal and opposite pull, that is tensile force that tends to increase its length. അപ്പോൾ tensile force എന്താണ്? അത് ആക്ച്വലി ഒരു പുള്ളാണ്. ഇതാ ഇങ്ങനെ പുള്ള് ചെയ്യുന്നതാണ്. ഇതാ ഇവിടെ ഫിഗറിൽ കണ്ടോ, ഇങ്ങനെ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഇങ്ങനെ പുള്ള് ചെയ്യുന്നതാണ്. ഈക്വൽ ആയിരിക്കും, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും. അത് ഇങ്ങനെ പുള്ള് ചെയ്യുമ്പോൾ, ഇങ്ങനെ വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് എന്താണ്? അതിന്റെ ലെങ്ത് കൂടും അല്ലെ? നമുക്ക് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിന്റെ ലെങ്ത് കൂടും. ആ ലെങ്ത്, അതായത് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. അത് ഇങ്ങനെ എന്താണ്? ആ ടെൻസൈൽ ഫോഴ്സസ് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലോട്ട് ഇങ്ങനെ പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അല്ലെ, നമുക്ക് ബോഡിയുടെ ലെങ്ത് കൂടാനാണ് അത് ടെൻഡൻസി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് കൂട്ടും. ക്ലിയർ? ഇവിടെ ഇപ്പുറത്തോട്ട് നോക്ക്, കണ്ടോ? ഇവിടെ കണ്ടോ? ഇത് നടക്കുന്ന എങ്ങനെ വെച്ചാൽ ആക്സിയൽ, അപ്ലൈഡ് ആക്സിയലി ടു എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ ആക്സിയലിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിയലിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആക്സിയലി കണ്ടോ? ഇവിടെ കണ്ടോ? ആക്സിയലിയാണ്, അല്ല ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിയലിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? കണ്ടോ? ആ ഒരു ആക്സിയലിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ടെൻസൈൽ ഫോഴ്സ്, അതായത് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ്. അതിങ്ങനെ വലിച്ചിങ്ങനെ പുള്ളാണ്, ഇങ്ങനെ നീട്ടും, വലിച്ച്. ആക്സിയലിയാണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ്സ് എന്താണ്? ഫോഴ്സ് നമ്മൾ ആക്സിയലി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ടെൻസൈൽ ഫോഴ്സ്, അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് നമ്മൾ ആക്സിയലി ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്ട്രെസ് ഡെവലപ്പ് ആവും, അങ്ങനെ ബോഡിയുടെ ലെങ്ത് കൂടും. ഇത് പുൾസ് ഓൺ മെറ്റീരിയലിനെ പുള്ളി ചെയ്യുന്നതാണ്. പിന്നെ ക്രോസ് സെക്ഷൻ എന്താണ്? കുറയും അല്ലെ? നമുക്ക് ലെങ്ത് കൂടുന്തോറും എന്ത് സംഭവിക്കും? ആ ക്രോസ് സെക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരും അല്ലെ? ലെങ്ത് കൂടുന്തോറും ക്രോസ് സെക്ഷൻ കുറയും. അതാണ് ടെൻസൈൽ സ്ട്രെസ്. അപ്പൊ എന്താണ്? ആക്സിയലി നമ്മൾ ഒരു മെറ്റീരിയലിന്റെ ആക്സിയലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഫോഴ്സ് നമ്മൾ ആക്സിയലി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനത്തെ ഫോഴ്സ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ളാണത്. ക്ലിയർ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ളാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ള്, അതായത് ടെൻസൈൽ ഫോഴ്സ് നമ്മൾ ആക്സിയലി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാകും. അത് ബോഡി, അത് ടെൻസ് ടു ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. പിന്നെ ഇത് പുൾസ് ഓൺ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു. പിന്നെ ക്രോസ് സെക്ഷൻ ഇവിടെ കുറയും. ഇതാ ഡെപിക്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഈക്വൽ ഫോഴ്സസ്, ഈക്വൽ പുൾ. ക്ലിയർ? അതാണ് ടെൻസൈൽ സ്ട്രെസ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ്. അതായത് സംഭവം ശരിയാണ്, ആക്സിയലിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങോട്ടാണ്. അതായത് ഇതൊരു പുഷാണ്. നേരത്തെ പുള്ളായിരുന്നെങ്കിൽ ഇവിടെ എന്താണ്? നേരത്തെ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ളായിരുന്നു ടെൻസൈൽ സ്ട്രെസ്സിലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ്സിൽ വരുമ്പോൾ അത് എന്താവും? ആ പുള്ളെന്നുള്ളത് പുഷാവും. അതായത് ഇങ്ങോട്ട് തള്ളും, അകത്തോട്ട് തള്ളും. നേരത്തെ ഇതിനെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഇത് അകത്തോട്ട് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലെങ്ത് കുറയും. നേരത്തെ പുള്ളി ചെയ്തപ്പോൾ ലെങ്ത് കൂടിയെങ്കിൽ ഇവിടെ പുഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സംഭവം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് തന്നെയാണ് രണ്ട് സ്ഥലത്ത്. പക്ഷെ അവിടെ ടെൻസൈൽ ഫോഴ്സ് ആണ്, അത് പുഷാണ്, സോ ലെങ്ത് കൂടും. അങ്ങനെ ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവും. ഇവിടെ പുഷാണ്, സോ എന്ത് സംഭവിക്കും? അവിടെ പുള്ളാണ്. ടെൻസൈലിന്റെ കേസിൽ പുള്ളാണ്, അപ്പോൾ ലെങ്ത് കൂടും, അത് ടെൻസൈൽ സ്ട്രെസ് ആവും. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ പുഷാണ്, സോ ലെങ്ത് കുറയും, അത് കംപ്രസീവ് സ്ട്രെസ് ആണ്. ആൻഡ് കംപ്രസീവ് ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, എന്താണ്? മെറ്റീരിയൽ ഡിക്രീസ്, എന്താണ്? വോളിയം കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ സ്ട്രെസ് വോളിയം കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. ക്ലിയർ? Then material shrinks along the direction of the applied force. Okay, അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിലും എന്താണ്? മെറ്റീരിയൽ ശ്രിങ്ക് ചെയ്യും അല്ലേ? കാരണം നമ്മൾ ഏത് ഡയറക്ഷനാണോ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ഡയറക്ഷനിൽ മെറ്റീരിയൽ ശ്രിങ്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ലെങ്ത് അവിടെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു പുഷാണ്. ടെൻസൈൽ പുള്ളാണെങ്കിൽ ഇവിടെ എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുഷാണ്. ഓക്കെ, പുഷാണ്. ക്ലിയർ? തള്ളു, ഇങ്ങനെ പുഷ് ചെയ്യും. ദെൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ ബോഡി ഈസ് ഇൻക്രീസ്. യെസ്, അവിടെ ഞാൻ പറഞ്ഞു ലെങ്ത് കൂടുന്തോറും എന്താണ്? പിന്നെ ഈ വോളിയം ഡിക്രീസ് ചെയ്യുന്ന എല്ലാ കേസിലും ഇല്ല കേട്ടോ, വളരെ ചെറിയ കേസുകളിലേ ഉള്ളൂ. എല്ലാ കേസിലും അങ്ങനെ ഇല്ല. ഓക്കെ, അതങ്ങനെ എപ്പോഴും കാണുന്ന ഒരു കാര്യമല്ല. ചില കേസിലൊക്കെ അങ്ങനെ വരത്തുള്ളൂ. ക്ലിയർ? അതുകൊണ്ട് ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ നമുക്ക് എഴുതാതിരിക്കാം, ബിക്കോസ് ഇതൊരു യൂണിവേഴ്സൽ പോയിന്റ് അല്ല ഇവിടെ. ഓക്കെ, ചിലപ്പോഴൊക്കെ അത് സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാം ഈ ഒരു പോയിന്റ്. പക്ഷെ ഇത്രയും ബാക്കി പോയിന്റുകളൊക്കെ എന്തായാലും എഴുതിയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്? ടെൻസൈലിൽ നമുക്ക് ഈ പറയുന്ന പോലെ പുള്ളാണ്, അങ്ങനെ ലെങ്ത് കൂടും, ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും. ഇവിടെയും അവിടെയും ആക്സിയലാണ്, ഇവിടെയും ആക്സിയലാണ്.
പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഇതൊരു പുഷ് ആയതുകൊണ്ട് ലെങ്ത് കുറയും. പിന്നെ ആര് കൂടും, ക്രോസ് സെക്ഷണൽ ഏരിയ അവിടെ കുറഞ്ഞെങ്കിൽ ഇവിടെ കൂടും. കംപ്രസീവിന്റെ കേസിൽ പുഷാണ്, ലെങ്ത് കുറയും, ക്രോസ് സെക്ഷണൽ ഏരിയ കൂടും. ക്ലിയർ? രണ്ടും ആക്സിയലാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ടെൻസൈൽ ഇറ്റ് ഈസ് പുൾ, ഹിയർ ഇറ്റ് ഈസ് പുഷ്. അവിടെ ലെങ്ത് കൂട്ടും, ഇവിടെ ലെങ്ത് കുറയ്ക്കും. അവിടെ ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയ്ക്കും, ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടും. കണ്ടോ, കൂട്ടി കൊണ്ടോ, ഇവിടെ കൂടുന്നുണ്ടോ ക്രോസ് സെക്ഷണൽ ഏരിയ. നേരത്തെ കേസിൽ കുറയാണ് ചെയ്തത്, കണ്ടോ, ക്രോസ് സെക്ഷണൽ ഏരിയ കുറയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ലെങ്ത് കൂടി, ഇവിടെ ലെങ്ത് കുറഞ്ഞു, പക്ഷെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടി. ക്ലിയർ? വോളിയത്തിന്റെ കേസ് എപ്പോഴും അത് വരുന്നതല്ല, മിക്ക കേസിലും വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സെപ്ഷണൽ ഇതായിട്ട് വല്ലപ്പോഴേക്കും അങ്ങനെ സംഭവിക്കുള്ളൂ. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് രണ്ട് സ്ട്രെസ്സുകളും കൂടെ വരുന്നുണ്ട്. അപ്പൊ ടെൻസൈൽ കംപ്രസീവ് സ്ട്രെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ടെൻസൈൽ ആൻഡ് കംപ്രസീവ്. ക്ലിയർ? പക്ഷെ ഒരു കാര്യം, ഇത് കൂടാതെ രണ്ടുപേരും കൂടെ വേറെ വരുന്നുണ്ട്. ആരൊക്കെയാണ്? ഷിയർ സ്ട്രെസ്സും ടോറിഷണൽ സ്ട്രെസ് എന്ന് പറയുന്ന രണ്ടുപേരും. ഷിയർ സ്ട്രെസ് നമ്മൾ നമുക്കിങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു ബോഡി തന്നെ അതിനെ ഇങ്ങനെ അതിന്റെ ആ ഒരു, അതായത് ലൈക്ക് ഇപ്പം ഇങ്ങനെ ഉള്ളൊരു ബോഡി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കാൻ കഴിവുള്ളൊരു സ്ട്രെസ് ആണ് എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ ടോറിഷണൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സർക്കുലർ നമ്മളിങ്ങനെ അപ്ലൈ, നമ്മൾ ഈ തുണിയൊക്കെ പിഴിയത്തില്ലേ, തുണിയൊക്കെ പിഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ടോറിഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ടോർഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്. പക്ഷേ ഷിയർ സ്ട്രെസ്സിനെ പറ്റിയും ടോറിഷണൽ സ്ട്രെസ്സിനെ പറ്റിയും നമ്മൾ ഇപ്പൊ പറയില്ല. കാരണം ഇനി ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് മെയിൻ ആയിട്ടും ടെൻസൈൽ കംപ്രസീവ് സ്ട്രെസ്സിനെ പറ്റിയും നമ്മൾ പറയുന്നുള്ളൂ. ഷിയർ സ്ട്രെസ്സിനെ പറ്റിയും ടോറിഷണൽ സ്ട്രെസ്സിനെ പറ്റിയും എന്താണ് നമ്മൾ ഇനി വരുന്ന മോഡ്യൂൾസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, വളരെ ഡെപ്തിൽ നമ്മൾ പഠിക്കും അതിന്റെ കാര്യങ്ങൾ, ഡെറിവേഷനും എല്ലാം, ആ ഒരു ഫോർമുല എല്ലാം നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു കേസിൽ നമ്മൾ എന്താണ് വി ആർ നോട്ട് ഓക്കെ, ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുന്നില്ല. ക്ലിയർ? ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ പഠിക്കുന്നില്ല. ക്ലിയർ? ഇനി നമ്മൾ സ്ട്രെസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ആരെയാണ് പറയേണ്ടത്? സ്ട്രെയിൻ ആണ്. അപ്പൊ സ്ട്രെസ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിക്ക് ഡീഫോർമേഷൻ സംഭവിക്കുമല്ലോ. ഡീഫോർമേഷൻ സംഭവിച്ചതാണ് ഈ കാണുന്നതൊക്കെ ഡീഫോർമേഷൻ ആണ്. ഇങ്ങനെയൊക്കെ ഏരിയ കുറയുന്നതും ലെങ്ത് കൂടുന്നതും അല്ലെങ്കിൽ ലെങ്ത് കുറയുന്ന ഏരിയ കൂടുന്നതൊക്കെ എന്താണ്, ഏരിയ കുറയുന്നതൊക്കെ എന്താണ്? ഇറ്റ് ഓൾ ഡീഫോർമേഷൻ. ആ ഡീഫോർമേഷന്റെ എത്ര എമൗണ്ട്, അതായത് ഈ സ്ട്രെസ് കാരണം ഡീഫോർമേഷൻ സംഭവിക്കുമെന്ന് നമുക്കറിയാം. എത്ര എമൗണ്ട് ഓഫ് ഡീഫോർമേഷൻ ആണ് സംഭവിച്ചത് എന്ന് പറയുന്ന ആൾ ആരാണ്? നമ്മുടെ സ്ട്രെയിൻ ആണ്. ഓക്കെ, സ്ട്രെയിൻ ആണ് എത്ര എമൗണ്ട് ഓഫ് ഡീഫോർമേഷൻ നടന്നു എന്ന് നമുക്ക് കാട്ടിത്തരുന്നത്. സോ സ്ട്രെയിൻ അല്ലെങ്കിൽ കാട്ടിത്തരുന്നതല്ല, സ്ട്രെയിൻ തന്നെയാണത്. സോ സ്ട്രെയിൻ ഈസ് ദ എമൗണ്ട് ഓഫ് ഡീഫോർമേഷൻ ഓഫ് മെറ്റീരിയൽ ഫ്രം സ്ട്രെസ് ആൻഡ് ഇറ്റ് ഈസ് ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ആണ്. Okay, strain is the amount of deformation of a material from stress and it is defined as a deformation per unit length. നമ്മൾ ശരിക്കും പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ deformation per unit length. ഇനി അതിന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ്, ഞാൻ പറഞ്ഞു എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ ആണെന്ന്, അത് കാണിച്ചു തരുന്നതാണെന്ന് പറഞ്ഞു. എങ്ങനെ പറയും? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ സൈസ് ഓർ ഷേപ്പ് ടു ദ ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഒറിജിനൽ ഡയമെൻഷൻ നേരത്തെ എത്ര ഉണ്ടായിരുന്നു ബിഫോർ അപ്ലൈയിങ് സ്ട്രെസ്, ഇപ്പോ ബിഫോർ അപ്ലൈയിങ് ലോഡ്, ബിഫോർ ഡെവലപ്പിംഗ് ദ സ്ട്രെസ്. അതിനുശേഷം സ്ട്രെസ് ഡെവലപ്പ്, ലോഡ് അപ്ലൈ ചെയ്ത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം എത്ര ചേഞ്ച് നടന്നു, ചേഞ്ച് ഇൻ ഡയമെൻഷൻ നടന്നു, അത് മുകളിൽ. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഇൻ സൈസ് ഓർ ഷേപ്പ് ഓഫ് എ മെറ്റീരിയൽ ടു ദ ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദ മെറ്റീരിയൽ. ആ ചേഞ്ച് ഇൻ ഡയമെൻഷൻ വഴി ഒറിജിനൽ ഡയമെൻഷൻ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ സിമ്പൽ, സ്ട്രെയിനിന്റെ സിമ്പൽ ഇതാണ്. ഓക്കെ, വെറും ഈ അല്ല, ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെയിനിന്റെ സിമ്പൽ ഇടുന്നത്. ക്ലിയർ? ആൻഡ് ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻ. കാരണം എന്തുകൊണ്ടാണ്? ഡയമെൻഷൻ ഇല്ല. അല്ലെങ്കിൽ ഇതിപ്പോ ഇറ്റാണ്, ഇറ്റ് എന്നാണ്, ഇറ്റ് ഈസ് യൂണിറ്റ്ലെസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബിക്കോസ് ഇതെന്ന് പറയുമ്പോൾ ഒരു റേഷ്യോ ആണ്. ഇപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ നമ്മൾ പറഞ്ഞാലും ഒരേ കാര്യത്തിൽ, ഇപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് നമ്മൾ പറയുകയാണ്. ഒരേ കാര്യത്തിന്റെ തന്നെ ചേഞ്ച് ഇൻ ലെങ്ത് ആണെങ്കിലും അതും ലെങ്ത് ആണല്ലോ, അതും ഒരു ലെങ്ത് ആണല്ലോ. അപ്പൊ ഒരേ കാര്യത്തിന്റെ ഒരേ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഡയമെൻഷൻ കട്ടായി പോവും, താഴെ മുകളിലും കട്ടായി പോവും, പിന്നെന്താണ്? യൂണിറ്റും കട്ടായി പോവും. അതുകൊണ്ട് തന്നെ ഇത് ഒരേ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഇതിന് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. ക്ലിയർ? അൺലൈക്ക് സ്ട്രെസ്സിന് ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ അതില്ല. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ഞാൻ പറഞ്ഞു ടെൻസൈൽ സ്ട്രെസ്സും ഉണ്ട്, കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ട്.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും? ടെൻസൈൽ സ്ട്രെയിനും ഉണ്ടാവും, കംപ്രസീവ് സ്ട്രെയിനും ഉണ്ടാവും. ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ ഓർ ഇലോങ്ങേഷൻ ഓഫ് എ മെറ്റീരിയൽ എക്സ്പീരിയൻസ് ബൈ ടെൻസൈൽ ഫോഴ്സ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ടെൻസൈൽ ഫോഴ്സിനെ പോസിറ്റീവ് ഫോഴ്സ് ആയിട്ടാണ് പറയുന്നത്, കംപ്രസീവ് ഫോഴ്സിനെ നെഗറ്റീവ് ഫോഴ്സ് ആയിട്ടാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിഫോർമേഷൻ സംഭവിക്കുക, അതായത് ഇലോങ്ങേഷൻ ആയിരിക്കും സംഭവിക്കുക അല്ലേ? ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഇലോങ്ങേഷൻ ആയിരിക്കും സംഭവിക്കുക, അതാണ് അവിടുത്തെ ഡിഫോർമേഷൻ. അതിന്റെ എമൗണ്ട് ആണ് എന്തെന്ന്? അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡിഫോർമേഷന്റെ എമൗണ്ട് ആണ്. അപ്പൊ ടെൻസൈൽ ഫോഴ്സ് ആയ പോസിറ്റീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ഈ ഡിഫോർമേഷൻ ആയിട്ട് ഇലോങ്ങേഷൻ ആണ് നടക്കുക. ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഒരു എമൗണ്ട് ഓഫ് ഡിഫോർമേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് ടെൻസൈൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്താണ്? ലെങ്ത്തിന്റെ അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഡെൽറ്റ എൽ ബൈ എൽ. ഇങ്ങനെ വേണമെങ്കിലും പറയാം, ഇങ്ങനെ വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഈ ഡെൽറ്റ എൽ ബൈ എൽ എന്നും പറയാം. ക്ലിയർ? നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ബാക്കി ടെൻസൈൽ സ്ട്രെയിന്റെയും കംപ്രസീവ് സ്ട്രെയിന്റെ സിമ്പിൾ ശരി. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം, വേണമെങ്കിൽ നമുക്ക് ടെൻസൈൽ സ്ട്രെയിനെ ഇങ്ങനെ എഴുതാം, കംപ്രസീവ് സ്ട്രെയിനെ ഇങ്ങനെയും എഴുതാം. അതല്ല വെറുതെ ഇങ്ങനെ ഇട്ടാലും സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ടെൻസൈൽ ഫോഴ്സ് പോസിറ്റീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിയിൽ എന്താണ്? അതൊരു ഡിഫോർമേഷൻ എക്സ്പീരിയൻസ് ചെയ്യും, ഒരു ഇലോങ്ങേഷൻ. അതാണ് ആ ഒരു എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ആണ് ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ്? ലോങ്ജിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ആണ്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ കംപ്രസീവ് സ്ട്രെസ് സ്ട്രെയിൻ എങ്ങനെയായിരിക്കും? കംപ്രസീവ് സ്ട്രെസ് വരുമ്പോൾ, അതായത് കംപ്രസീവ് ഫോഴ്സ് ആയ നെഗറ്റീവ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് ആണ്, അപ്ലൈഡ് പെർ യൂണിറ്റ്. അത് ഓർത്ത് വെച്ചോളാം, ഇറ്റ് ഈസ് അപ്ലൈഡ് പെർ യൂണിറ്റ്. അപ്ലൈഡ് പെർ യൂണിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അവിടെ ഡിഫോർമേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ സംഭവിക്കും. ഓക്കെ, കംപ്രഷൻ സംഭവിക്കും. ഇലോങ്ങേഷന് പകരം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കംപ്രഷൻ സംഭവിക്കും. ഇലോങ്ങേഷന്റെ കേസിൽ ക്രോസ് സെക്ഷൻ കുറയും, ഇവിടെ കംപ്രഷന്റെ കേസിൽ ക്രോസ് സെക്ഷൻ കൂടും. അപ്പൊ ആ ഡിഫോർമേഷനെ കാട്ടിത്തരുന്നതാണ് അല്ലെങ്കിൽ ആ ഡിഫോർമേഷൻ തന്നെയാണ്, ആ എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ കംപ്രസീവ് സ്ട്രെയിൻ. ഇപ്പോൾ ടെൻസൈൽ സ്ട്രെയിൻ എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ ഇലോങ്ങേഷൻ ആണ് വെൻ ടെൻസൈൽ ഫോഴ്സ് പോസിറ്റീവ് ഫോഴ്സ് അപ്ലൈഡ് പെർ യൂണിറ്റ്, ദാറ്റ് ഈസ് ബോഡി എക്സ്പീരിയൻസിങ്. അതുപോലെ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ ഓർ കംപ്രഷൻ ആണ് പിന്നെ മെറ്റീരിയൽ എക്സ്പീരിയൻസ് പിന്നെ കംപ്രസീവ് ഫോഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. ഇത് ചേഞ്ച് ഇൻ ലാറ്ററൽ ഡയമെൻഷൻ ബൈ ചേഞ്ച് ഇൻ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ ലാറ്ററൽ ഡയമെൻഷൻ ആകുമ്പോൾ മിക്ക കേസിലും അത് എന്തായിരിക്കും? ഒരു സിലിണ്ടറിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഡയാമീറ്റർ ആയിരിക്കും. ക്ലിയർ? അതുപോലെ ക്യൂബോയിഡിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ലെങ്ത് അല്ലാത്ത ബാക്കി നമ്മുടെ ബ്രെഡ്ത്തും ആ ഒരു ഡെപ്ത് ഒക്കെ ആയിരിക്കും. ക്ലിയർ? അപ്പൊ ലാറ്ററൽ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, ഒറിജിനൽ ലാറ്ററൽ ഡയമെൻഷൻ, അതായത് നമ്മുടെ ആക്സിയൽ ലോങ്ജിറ്റ്യൂഡിനൽ ഡയമെൻഷൻ, അത് ലോങ്ജിറ്റ്യൂഡിനൽ ലെങ്ത് ആണ്. അതല്ലാതെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലാറ്ററൽ ഡയമെൻഷൻ, അവിടുത്തെ ചേഞ്ച് ആണ് കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ലാറ്ററൽ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ലാറ്ററൽ ഡയമെൻഷൻ. ഇനി ഹൂക്സ് ലോ. ഞാൻ ഈ സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും കൂടെ ഒന്ന് ബന്ധപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെ ബന്ധപ്പെടുത്തുമ്പോൾ എനിക്ക് ഹൂക്സ് ലോ കിട്ടും. ഇത്രയേ ഉള്ളൂ. When a material is loaded within its elastic limit, the stress is proportional to the strain. Okay? Stress is proportional to strain. അതായത് ഇത്രയേ ഉള്ളൂ ഹൂക്സ് ലോ എന്ന് പറയുന്നത്. എന്താണ്? ഒരു മെറ്റീരിയൽ നമ്മൾ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആണ് വിത്ത് ഇൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഹൂക്സ് ലോ എഴുതുമ്പോൾ എന്ത് എഴുതുന്നു വെച്ചാൽ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് മാത്രം എഴുതി വയ്ക്കും. തെറ്റാണത്. സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആകുന്നത് എപ്പോഴാണ്? പ്രൊവൈഡഡ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയാൻ പറ്റൂ. നമ്മളിപ്പോ ഈ ഓംസ് ലോ പറയില്ലേ, ഇപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്നത്? എന്താണ്? ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് നമ്മൾ പറയും. പ്രൊവൈഡഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയും അല്ലേ? എന്ന് പറയുന്നത് പോലെ അവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് പറയണം? വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് തന്നെ പറയണം. ഓക്കെ, സോ വെൻ എ മെറ്റീരിയൽ ഈസ് ലോഡഡ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ്? സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ. അപ്പൊ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ ആവുന്ന എപ്പോഴാണ്? അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ. ക്ലിയർ? അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കബിൾ ആവൂല. ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. ക്ലിയർ? ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ എന്താണ്? ഇത് ആപ്ലിക്കബിൾ ആവില്ല. സോ വെൻ എ മെറ്റീരിയൽ ഈസ് ലോഡഡ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ്? സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് നമുക്ക് എന്ത് പറയാം? സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, അല്ലെങ്കിൽ എന്ത് പറയാം? ഇവിടെ കണ്ടോ, സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. പക്ഷെ നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി ആണെങ്കിൽ എന്താണ്? നമുക്ക് എടുത്തിട്ട് പെരുമാറാൻ അറിഞ്ഞുകൂടാ. പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് എടുത്തിട്ട് പെരുമാറാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ അപ്പുറത്തൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം സിഗ്മ സിക്വൽ അല്ലെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു
ഇ ഇൻറ്റു സ്ട്രെയിൻ. ക്ലിയർ? ഇ ഇൻറ്റു സ്ട്രെയിൻ. ആ ഇയെ ഞാൻ വിളിച്ച പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. ക്ലിയർ? അപ്പൊ നമ്മൾ ഹൂക്സ് ലോയിൽ നമ്മൾ എന്ത് ചെയ്തു? when a material is ordered within its elastic limit the stress is proportional to the strain. ആ രണ്ടുപേരും പ്രൊപ്പോർഷണൽ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എടുത്തിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് അതിനെ ഈക്വലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു സ്ട്രെയിനെ. അപ്പൊ എന്ത് പറയാം? ആ കോൺസ്റ്റന്റ് ഞാൻ ഇ എന്ന് പേരിട്ടു. അതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്ന ആരാണ്? ഈസ് ഈക്വൽ ടു ഇ, അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. ക്ലിയർ? ഓക്കെ, ക്ലിയർ? It states that the ability to stretch the elastic material is proportional to the force restored in the material in the stores. അതായത് എന്താണ്? നമ്മുടെ ഒരു മെറ്റീരിയൽ എന്താണ്? ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാൻ, ആ ഒരു സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഫോഴ്സ്. ഇത് ആക്ച്വലി സ്റ്റോർസ് അല്ല, ഇൻ ദ മെറ്റീരിയൽ ആണ്. സ്റ്റോർഡ് ഇൻ ദ മെറ്റീരിയൽ. ഓക്കെ, force എന്നാണ്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. Force restored in the material. Clear? So it states that the ability to stretch the elastic material is proportional to the force restored in the material. Clear? Okay, അതെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇതൊരു എബിലിറ്റി ആണ്. അതായത് നമുക്ക് എത്ര മാത്രം ഇലാസ്റ്റിക് മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാമെന്നുള്ളത് എന്തിനോട്, ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇലാസ്റ്റിക് മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിനകത്ത് എന്താണ് റിസ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഫോഴ്സിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ മെറ്റീരിയലിനകത്ത് റെസ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഫോഴ്സിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് when a material is ordered within its elastic limit the stress is proportional to the strain. അങ്ങനെ സ്ട്രെസ് എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇ എന്ന് കിട്ടി. ഈ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ ഞാൻ വിളിച്ചു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. ക്ലിയർ? അങ്ങനെ ഹൂക്സ് ലോ എന്താണ്? രണ്ട് സ്ട്രെയിനും സ്ട്രെസ്സും തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തിയപ്പോൾ അവിടെ നമുക്ക് ഒരാളെ കിട്ടി. അതാരാണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. ഇനി ഈ യങ്സ് മോഡുലസിന് വേറെ രണ്ട് കൂട്ടുകാരും കൂടെ വരും, ബൾക്ക് മോഡുലസും ഷിയർ മോഡുലസും ഒക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഇപ്പോഴല്ല, നമ്മൾ ഇനി തുടർന്ന് മോഡ്യൂൾ ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസിനെ മാത്രം മതി നിലവിൽ. ക്ലിയർ? ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ സ്റ്റിഫ്നെസ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ സ്റ്റിഫ്നെസ് എത്രയാണ്? ആ ഒരു സ്റ്റിഫ്നെസ് നമ്മൾ പറയില്ലേ, ആ ഒരു സ്റ്റിഫ്നെസിന്റെ മെഷറാണ് ആക്ച്വലി ആരെന്ന് പറയുന്നത്? നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയും. ക്ലിയർ? ന്യൂമറിക്കലി ഇത് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ടെൻസൈൽ സ്ട്രെസ് വിച്ച് കോസസ് യൂണിറ്റ് സ്ട്രെയിൻ. ഓക്കെ, ഇത് ആക്ച്വലി ന്യൂമറിക്കലി എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇത് ആ ഒരു സ്ട്രെസ്സിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ? കാരണം ഇ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഞാൻ ഈ സിമ്പൽ ഉപയോഗിക്കാം, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പൊ ഇത് ആക്ച്വലി ഈ ന്യൂമറിക്കലി നമുക്ക് ഈ ഇ എന്ന് പറയുന്നത്, ഈ സിഗ്മ അല്ലെങ്കിൽ ഈ ഒരു യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ്സിനോട് ഈക്വൽ ആണെന്ന് പറയാം. എപ്പോ? ഈ സ്ട്രെയിൻ 1 ആകുമ്പോൾ. യൂണിറ്റ് സ്ട്രെയിൻ ആണ് ഒരു സ്ട്രെസ് യൂണിറ്റ് സ്ട്രെയിൻ ഉണ്ടാക്കിയാൽ, ഒരു സ്ട്രെസ് യൂണിറ്റ് സ്ട്രെയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിനോട് ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും നമ്മുടെ യങ്സ് മോഡുലസ്. ക്ലിയർ? ഇത്രേ ഉള്ളൂ. So it is numerically equal to the value of tensile stress that causes unit strain. അല്ലേ? യൂണിറ്റ് സ്ട്രെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് രണ്ടും ഈക്വൽ ആവൂലേ? എങ്കിൽ ഇത് ഈക്വൽ ടു ഇതാവൂലേ? അത്രേ ഉള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. യെസ്, അതൊരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് ശരിക്കും അത്. ക്ലിയർ? അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് അപ്പൊ എന്തായിരിക്കും? സെയിം ആസ് ദാറ്റ് ഓഫ് നമ്മുടെ എന്താണ് ഇപ്പം എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സിന് യൂണിറ്റ് ഉണ്ട്, എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നിരിക്കട്ടെ. ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. സ്ട്രെയിനിന് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. സ്ട്രെസ്സിന് ഡയമെൻഷനും ഉണ്ട്, യൂണിറ്റും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഈയുടെ യൂണിറ്റും എന്ത് തന്നെയായിരിക്കും? സാധാരണ രണ്ട് ക്വാണ്ടിറ്റീസ് ഇങ്ങനെ നമ്മൾ വരുമ്പോൾ അതിന്റെ ആ ഒരു റിസൾട്ടന്റ് ആയിരിക്കും ഇതിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സ്ട്രെയിൻ യൂണിറ്റ്ലെസ് ആണ്, ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ സ്ട്രെസ്സിന്റെ അതേ യൂണിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതേ ഡയമെൻഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും പറയുന്നത്. ഒന്ന് നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. പക്ഷെ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ യൂസേജിന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആരെയാണ്? ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്, അല്ലെങ്കിൽ മെഗാ പാസ്കൽ. ഞാൻ പറഞ്ഞു 1 മെഗാ പാസ്കല്
10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ക്ലിയർ? അല്ലെങ്കിൽ ജിഗാ പാസ്കലും പറയാം. ജിഗാ പാസ്കലും പറയും, ക്വസ്റ്റ്യനിൽ ജിഗാ പാസ്കൽ ആയിട്ടും വരാം. അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് 10⁻³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ, അല്ലെങ്കിൽ 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 10⁻³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ, അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്നും പറയാം. ക്ലിയർ? അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് ജനറലി നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂട്ടൺ പെർ mm സ്ക്വയർ അല്ലെങ്കിൽ മെഗാ പാസ്കൽ ആണ്. മറ്റേതൊക്കെ ഉപയോഗിക്കാം. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വേണോ ഉപയോഗിക്കാം, ജിഗാ പാസ്കൽ വേണോ അതും ഉപയോഗിക്കാം. ജനറലി പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ കേസിലും പ്രോബ്ലം ചെയ്യാനൊക്കെ ന്യൂട്ടൺ പെർ mm സ്ക്വയർ അല്ലെങ്കിൽ മെഗാ പാസ്കൽ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഓക്കെ. അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽഡ് സ്റ്റീൽ. നമ്മളൊരു മൈൽഡ് സ്റ്റീൽ കിട്ടിയിട്ട് അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ക്ലിയർ? ഇത് ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ അനാലിസിസ് ചെയ്യുക, ഇതിന്റെ പോയിന്റ്സ് ഒന്നാമത് ഈ ഡയഗ്രാം വരയ്ക്കുക. എക്സ് ആക്സിസിലെ വൈ ആക്സിസിലെ സ്ട്രെസ്സും എക്സ് ആക്സിസിലെ സ്ട്രെയിൻ. ഇവിടെ സ്ട്രെസ് ആണ്, ഇവിടെ ഇറ്റ് ഈസ് സ്ട്രെയിൻ, ഹിയർ ഇറ്റ് ഈസ് സ്ട്രെയിൻ. അങ്ങനെ വരയ്ക്കുക. ഇവിടെ ഒറിജിൻ ആണ്. എന്നിട്ട് ആ മൈൽഡ് സ്റ്റീലിന്റെ ഒരു ഡയഗ്രാം വരയ്ക്കുക. പോയിന്റ്സ് കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്യുക, റീജിയൻസ് അടയാളപ്പെടുത്തുക. അത് നമ്മൾ എഴുതി ഇത് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിക്കവാറും പരീക്ഷകൾക്ക് ഇത് തിയറി രൂപേണയൊക്കെ ചോദിക്കാറുണ്ട്. മറ്റേ അവിടുത്തെ സെക്ഷൻ ബിയിലും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ക്ലിയർ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. കാരണം ഒരു മെറ്റീരിയൽ അത് നമ്മൾ ലോഡ് കൊടുത്ത് അത് പൊട്ടുന്നത് വരെ, അത് ഫ്രാക്ചർ ആകുന്നത് വരെയുള്ള അതിന്റെ ഒരു ബിഹേവിയറിനെ അതിന്റെ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിന്റെ ഒരു ബിഹേവിയറിനെ കാണിച്ചു തരുന്ന ഒരു എന്താണ് ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. മൈൽഡ് സ്റ്റീൽ അല്ല, ഏത് മെറ്റീരിയൽ ആണ്. ഓക്കെ. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ലോഡ് കൊടുക്കണമെന്നാണ് തൊട്ട് അതിന്റെ അത് പൊട്ടി ഫ്രാക്ചർ ആയി പോകുന്ന വരെയുള്ള ആ ഒരു ബിഹേവിയറിനെ, അതിന്റെ ആ ഒരു ജേർണിയെ കാണിച്ചു തരുന്നതാണ് ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ക്ലിയർ? നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. എക്സ് ആക്സില് എക്സില് സ്ട്രെയിനും വൈയില് സ്ട്രെസ്സുമാണ്. നോക്കിക്കോളൂ. ഇവിടെ തൊട്ടാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒറിജിനിൽ നിന്ന്. അങ്ങനെ കൊടുത്തു വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? പോയിന്റ് എ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് വേണമെങ്കിലും പറയാം. പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറഞ്ഞാലും മതി. പോയിന്റ് ബി എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ. അപ്പൊ ഈ ഇലാസ്റ്റിക് ലിമിറ്റും പ്രൊപ്പോർഷണൽ ലിമിറ്റും തമ്മിൽ സത്യം പറഞ്ഞാൽ ഇത് രണ്ടാണ്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് തമ്മിൽ അടുത്തടുത്ത് വരുന്ന പോയിന്റ്സ് ആണ്. ചിലതിലൊക്കെ ഇത് ഒന്നായിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. ചില ഗ്രാഫിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റ ഇതായിട്ട് റെപ്രസെന്റ് ചെയ്യും, ചിലതിൽ രണ്ടായിട്ട് റെപ്രസെന്റ് ചെയ്യും. പക്ഷെ രണ്ടായിട്ട് റെപ്രസെന്റ് ചെയ്താലും ഇത് രണ്ടും ആക്ച്വലി ഏതാണ്ട് അടുത്തടുത്ത് കിടക്കുന്ന ആൾക്കാരാണ്, വലിയ വ്യത്യാസമില്ലാത്ത ആൾക്കാരാണ്, തൊട്ടടുത്തടുത്ത് കിടക്കുന്ന ആൾക്കാരാണ്. തൊട്ടടുത്തടുത്ത ജംഗ്ഷൻസ് ഒക്കെ നമ്മൾ പറയൂലേ, അതുപോലെ തൊട്ടടുത്തടുത്ത് കിടക്കുന്ന ആൾക്കാരാണ്. ചില കേസിൽ രണ്ടിനെ ഒന്നായിട്ട് പറയാറുണ്ട്. ഇല്ലേ? എന്നാലും നമുക്ക് രണ്ടായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ. അപ്പൊ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ കണ്ടോ. അപ്പൊ ഈ ആക്ച്വലി നമ്മുടെ ഈ ഹൂക്സ് ലോ എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി, ചിലവര് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയും. ഓക്കെ. പിന്നെ ഈ പല കേസുകളിലും പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റും ഇലാസ്റ്റിക് ലിമിറ്റും സെയിം ആയിട്ട് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വലിയ വ്യത്യാസമില്ലാതെ വളരെ അടുത്തടുത്ത് വളരെ ക്ലോസ് ആയിട്ട് വരുന്നത് കൊണ്ട് രണ്ടും മാറി നമ്മൾ ഉപയോഗിക്കും. ക്ലിയർ? അത്രയേ ഉള്ളൂ. നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പഠിക്കാം. ഓക്കെ. അല്ലെങ്കിൽ എന്താണ് ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ് കണ്ടോ, ഇത്രയും ദൂരം നമ്മുടെ ഹൂക്സ് ലോ അപ്ലൈ ആയിട്ടുണ്ട്. ടിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ എന്താണ് നമ്മുടെ ഹൂക്സ് ലോ അപ്ലൈ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ടോ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് കർവ് കിട്ടിയതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഇത്രയും വരെ ഹൂക്സ് ലോ അത് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത് കൊണ്ടാണ്. ക്ലിയർ? കാരണം ഞാൻ പറഞ്ഞു അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ അപ് ടു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്താണ് ഈ ഹൂക്സ് ലോ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് അവിടെ അതായത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കർവ് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് കർവ് എന്ന് ഞാൻ പറയണില്ല, സ്ട്രെയിറ്റ് ലൈൻ എന്ന് തന്നെ പറഞ്ഞു, സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടുന്ന. അതിനുശേഷം അപ്പൊ ഇത്രയും ലീനിയർ റീജിയൻ ആണ്. ക്ലിയർ? ഇത്രയും ലീനിയർ റീജിയൻ ആണ്. ഇതുവരെ എന്താണ് അപ് ടു ദിസ് റീജിയൻ എന്താണ് നമുക്ക് അതെന്താണ് നമ്മൾ ഇവൻ ആ ലോഡ് മാറ്റിയാലും അത് പഴയ കേസിലാവും. ഇലാസ്റ്റിക് ആ ബോഡി പഴയ കേസിലാകും ലോഡ് മാറ്റിയാലും. ഓക്കെ. അത് കഴിഞ്ഞ് സി എന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ yielding വരും. അപ്പൊ ഇതുവരെ അൺടിൽ ദിസ് പോയിന്റ് വി ഹാവ് എന്താണ് ലീനിയർ റീജിയൻ ആണ്. അത് കഴിഞ്ഞ ഇവിടം തൊട്ട് എന്താണ് പെർഫെക്റ്റ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ yielding തുടങ്ങുന്നത് ഇവിടം തൊട്ടാണ്. ഈ സി പോയിന്റ്സ് ഇവിടെ ഉണ്ട്, ഈ സി ഒക്കെ തൊട്ടാണ് yielding തുടങ്ങുന്നത്. ഇതെന്ന് പറയുന്നത് അപ്പർ yielding പോയിന്റ് ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പർ yielding പോയിന്റ്. ഡി എന്ന് പറയുന്ന ലോവർ yielding പോയിന്റ് ആണ്. ഓക്കെ. നമുക്കിത് രണ്ടും മാറ്റി പഠിക്കാം. ഓക്കെ. അപ്പൊ എ പ്രൊപ്പോർഷണൽ ലിമിറ്റ് കഴിഞ്ഞു, ഈ ബി ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു, സി എന്താണ്
അപ്പർ ഈൽഡിങ്, ഇവിടെ തൊട്ട് ഈൽഡിങ് തുടങ്ങുകയാണ്, പ്ലാസ്റ്റിക് പെർഫെക്റ്റ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈൽഡിങ് തുടങ്ങുകയാണ്, ഡി ലോവർ ഈൽഡ് പോയിന്റ് ആണ്. അപ്പൊ ഇത് അപ്പർ ഈൽഡ് പോയിന്റ്, ഡി ലോവർ ഈൽഡ് പോയിന്റ്. അവിടെ വന്നിട്ട് പിന്നെ ഇവിടെ കണ്ടോ ഇങ്ങനെ ഈൽഡിങ് നടക്കും. ഈൽഡിങ് നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് കിട്ടുന്നത്. കണ്ടോ ഈൽഡിങ് നടക്കുന്നതുകൊണ്ട് വി ആർ ഗെറ്റിംഗ് എ ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഈൽഡിങ് നടക്കുന്നതുകൊണ്ട് വി ആർ ഗെറ്റിംഗ് എ ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റ്, അപ്പൊ ഈ ഒരു പോയിന്റ് ഇവിടെ തൊട്ട് ഈ വരെ ഉള്ളൂ എന്താന്ന് പറയുന്നത് പെർഫെക്റ്റ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈൽഡിങ്. ഈ ഒരു ഡി തൊട്ട് ഈ ഒരു ഈ വരെ ഉള്ളൂ എന്താണ് ഈൽഡിങ് അല്ലെങ്കിൽ പെർഫെക്റ്റ് പ്ലാസ്റ്റിക് ഓർ ഈൽഡിങ് എന്ന് പറയുന്നത് ഡി തൊട്ട് ഈ വരെ ഉള്ളൂ. അതാണ് ഹൊറിസോണ്ടൽ ലൈൻ. അത് കഴിഞ്ഞ് ഈ തൊട്ട് അങ്ങോട്ട് എന്താണ് സ്ട്രെയിൻ ഹാർഡനിങ് ആണ്. എവിടം വരെ? എഫ് വരെ. അതാ ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് സ്ട്രെയിൻ ഹാർഡനിങ്. യെസ്, ഈ വരെ എന്താണ് ഈൽഡിങ് ആയിരിക്കും. ഈ തൊട്ട് അങ്ങോട്ട് എന്താണ് നമ്മുടെ മലകയറ്റമാണ്, നമ്മുടെ ഹൈ റേഞ്ച് കയറ്റമാണ്. ഓക്കെ, ആ ഹൈ റേഞ്ച് കയറ്റം എന്ന് പറയുമ്പോൾ എന്താണ് അത് സ്ട്രെയിൻ ഹാർഡ് അല്ലേ. നമ്മളിപ്പോ ഒരു ഹൈ റേഞ്ച്, ഇപ്പൊ സാധാരണ ഒരു പ്ലെയിനിൽ കൂടെ പോയി നമ്മൾ എന്താണ് ഒരു ഊട്ടിയിലോ കൊടക്കനാലൊക്കെ പോകുമ്പോൾ ഹൈ റേഞ്ച് കയറാൻ തുടങ്ങുമ്പോൾ എന്താണ് കുറച്ചുകൂടെ നമുക്ക് സ്ട്രെയിൻ തോന്നും ഇല്ലേ. അതുപോലെ മെറ്റീരിയൽ ഇവിടെ എത്തുമ്പോൾ മല എന്ന് ഓർത്ത് വെച്ചാൽ മതി. മെറ്റീരിയൽ ഇവിടെ എത്തുമ്പോൾ എന്താണ്, ഇവിടെ എത്തുമ്പം സ്ട്രെയിൻ ഹാർഡനിങ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഊട്ടിയിലോ കൊടക്കനാലോ പോയി ഇത്രയും ദൂരം റോഡിൽ കൂടെ മര്യാദയ്ക്ക് പറ്റി ഇവിടെ എത്തുമ്പോൾ മല കയറാൻ തുടങ്ങുമ്പോൾ എന്താണ് സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിക്കും. അപ്പൊ ഈലെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ബിഗിനിങ് ഓഫ് സ്ട്രെയിൻ ഹാർഡനിങ് തുടങ്ങും. ആ ഒരു ബിഗിനിങ് ഓഫ് സ്ട്രെയിൻ ഹാർഡനിങ് ഈ പോയിന്റ് ഇ ആണ്. ഇവിടെ തൊട്ടാണ് സ്ട്രെയിൻ ഹാർഡനിങ് തുടങ്ങുന്നത്. എന്താണ് ആ കുന്ന് കയറാൻ തുടങ്ങുമ്പോൾ കയറി 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 ഇതാ ഇവിടം വരെ എത്തുമ്പോൾ ഇത്രയും റീജൻ അപ്പൊ എന്താണ് സ്ട്രെയിൻ ഹാർഡനിങ് ആണ്. നമ്മൾ സ്ട്രെയിൻ എടുത്താണ് മെറ്റീരിയൽ മല കയറുന്നത് അല്ലെങ്കിൽ ആ കുന്ന് കയറി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ പറയുമ്പോൾ ഹൈ റേഞ്ച് ഒക്കെ കയറി പോകുന്നത്. ഈ പോയിന്റ് എഫ് ആണ് എന്തെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ്. യെസ്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് കുന്നിന്റെ ആ ടോപ്പ് മോസ്റ്റ് പോയിന്റ് എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി എന്താണ് ഇതുവരെ ഉള്ളൂ. ഇതുവരെ എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ്. ഇനി എനിക്ക് ഇതിൽ കൂടുതൽ സ്ട്രെസ് എടുക്കാൻ വയ്യ, ഇനി എനിക്ക് ഇതിൽ കൂടുതൽ കയറാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പോയിന്റ് എഫ് എന്ന് പറയുന്നത്. ക്ലിയർ? അവിടെ നിന്ന് പിന്നെ താഴോട്ട് എന്താണ്, താഴോട്ട് നെക്കിംഗ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ സംഭവിച്ച് ജി എത്തുമ്പോൾ എന്തായിരിക്കും ഫ്രാക്ചർ പോയിന്റ്. ജി എത്തുമ്പോൾ പൊട്ടും, മെറ്റീരിയൽ ഫ്രാക്ചർ ആവും. ക്ലിയർ? ഓക്കെ, അപ്പൊ ഈ തൊട്ട് ജി എഫ് വരെ സ്ട്രെയിൻ ഹാർഡനിങ് ആണ്. എഫ് തൊട്ട് ജി വരെ നെക്കിംഗ്. നമുക്ക് ആദ്യമേ പറയാം ഈ ഒ തൊട്ട് ഈ ലിമിറ്റ്സ് വരെ പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ലീനിയർ റീജിയൻ ആണ്. അത് കഴിഞ്ഞ് എന്താണ് സി ഡി എന്നൊക്കെ പറഞ്ഞ് ഈൽഡിങ് തുടങ്ങുന്ന അവിടെ തൊട്ടാണ്. അപ്പൊ സി എന്ന് പറയുമ്പോൾ അപ്പർ ഈൽ പോയിന്റ്, ഡി എന്ന് പറയുമ്പോൾ ലോവർ ഈൽ പോയിന്റ്. ആ ഡി തൊട്ട് ഈ വരെ എന്താണ് ഈൽഡിങ് നടക്കും അല്ലെങ്കിൽ പെർഫെക്റ്റ് പ്ലാസ്റ്റിക് ആയിരിക്കും. ക്ലിയർ? ഈ എത്തുമ്പം ബിഗിനിങ് ഓഫ് സ്ട്രെയിൻ ഹാർഡനിങ്. എഫ് എത്തുമ്പോൾ എന്തായിരിക്കും അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ്. ആ ഇ തൊട്ട് എഫ് വരെയാണ് എന്തെന്ന് പറയുന്നത് സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുന്നത്. എഫ് ഇന്ന് താഴെ ജി തൊട്ട് എത്തുമ്പോൾ എന്താണ് നെക്കിംഗ് സംഭവിക്കും. ആ ജി എന്ന് പറയുന്ന ആരാണ് ഫ്രാക്ചർ പോയിന്റ്. യെസ്, എഫ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ്, ആൻഡ് ജി എന്ന് പറയുമ്പോൾ എന്താണ് ഫ്രാക്ചർ പോയിന്റ്. ഫ്രാക്ചർ സംഭവിക്കും. ക്ലിയർ? ഓക്കെ, ആൻഡ് ഒ എന്ന് പറയുന്നത് എന്താണ് ഇലാസ്റ്റിക് റീജിയൻ. ഓക്കെ, ഇത് ഇത് ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ഒ എന്നെ നമ്മൾ എന്തെന്നും പറയും. ഓക്കെ, ഒ എന്ന് പറയുന്നത് ലീനിയർ റീജിയൻ ആണ് ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ. ബി നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യണ്ട, ഒ എന്ന് തന്നെ പറയാം. അപ്പൊ ഒ എന്ന് പറയുന്നത് ലീനിയർ റീജിയൻ ആണ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് റീജിയൻ ആണ്. ഓക്കെ, ആ ഒ എ വരെ. അപ്പൊ നമുക്കിവിടെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് കാണാം പ്രൊപ്പോർഷണാലിറ്റി. ഇപ്പൊ ഇങ്ങനത്തെ ചില കേസിൽ ഇപ്പൊ നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാൻ കാണാം മിക്ക കേസുകളും രണ്ടും ഓൾമോസ്റ്റ് ഇങ്ങനെ എന്താണ് സെയിം ആയിട്ട് വരുന്നതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് എന്ത് പറയാം പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, അതായത് നമ്മുടെ ഹൂക്സ് ലോ അപ്ലൈ ചെയ്യുന്ന വേണമെങ്കിൽ ഇവിടം വരെയാണ് നമുക്ക് പറയാം, പോയിന്റ് എ വരെയാണെന്ന് പറയാം. ക്ലിയർ? അപ്പോ ഒ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് റീജിയൻ ആണ്. ക്ലിയർ? പി എഫ് എന്ന് പറയുന്നത് പെർമനന്റ് ഡിഫോർമേഷൻ ഉണ്ട്. ഈ ബി തൊട്ട് എഫ് എന്ന് വെച്ചാൽ പിന്നെ എന്താണ് പെർമനന്റ് ഡിഫോർമേഷൻ. അതായത് ഒ എ വരെ നമുക്കിപ്പോൾ ലോഡ് കൊടുത്താലും എന്ത് സംഭവിക്കും, നമുക്ക് ആ ലോഡ് മാറ്റി കഴിയുമ്പോൾ നമുക്ക് പഴയ പടിയാവും. അതായത് ആ ലോഡ് നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളയുമ്പോൾ ബോഡി പഴയതുപോലെ ആവും. പക്ഷേ ബി തൊട്ട് അങ്ങനെയല്ല. ബി തൊട്ട് ഈൽഡിങ് ഇതൊക്കെ എത്തിക്കഴിയുമ്പോൾ ഈ എഫ് വരെയുള്ള പോയിന്റ് എന്താണ് പെർമനന്റ് ഡിഫോർമേഷൻ ആണ് സംഭവിക്കുക. അതായത് നമ്മൾ ലോഡ് പിന്നെ എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് കിട്ടൂല, അത് പെർമനന്റ്ലി ആ ഡിഫോർമേഷൻ അങ്ങ് സംഭവിക്കും. അതാണ് ബി എഫ് റീജിയൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, where the body undergoes permanent deformation. അപ്പൊ ഇലാസ്റ്റിക് റീജിയൻ അല്ലെങ്കിൽ ലീനിയർ റീജിയൻ കണ്ടോ, ലീനിയർ ഇങ്ങനെ കർവ് പോകുന്നതുകൊണ്ടാണ് ലീനിയർ റീജിയൻ എന്ന് പറയുന്നത്. അവിടം വരെ എന്താണ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ദാറ്റ് ഈസ് it will obey Hooke's law until A, പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റും തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ടാണ് പല സ്ഥലത്തും ഇത് ഒന്നായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അവിടെ വരെ ഹൂക്സ് ഒബേ ചെയ്യും, ടെമ്പററി ഡിഫോർമേഷൻ ഉണ്ടാവും. എന്നാൽ ബി തൊട്ട്
എഫ് വരെ എന്താണ് പെർമനന്റ് റീജിയൻ അല്ലെങ്കിൽ പെർമനന്റ് ഡീഫോർമേഷൻ ആണ് സംഭവിക്കുക. ഓക്കെ, ആൻഡ് ഡി സി എന്ന് പറയുമ്പോൾ എന്താണ് എ പ്രൊപ്പോർഷൻ ഒറിജിൻ എ പ്രൊപ്പോർഷണൽ ലിമിറ്റ്. അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ ആക്സിസ് വരയ്ക്കുക, വൈ ആക്സിസിലെ സ്ട്രെസ്, എക്സ് ആക്സിസിലെ സ്ട്രെയിൻ. ഒന്ന് തുടങ്ങി പോയിന്റ് എ എത്തുമ്പോൾ അത് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. അവിടം വരെയാണ് ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് റീജിയൻ. ഹൂക്സിൽ അവിടം വരെ അപ്ലൈ ആവുള്ളൂ. അതിന് തൊട്ടടുത്ത് തന്നെ എന്താണ് ബി, എന്താണ് നമ്മുടെ ഇലാസ്റ്റിക് ലിമിറ്റ്. ഡി എത്തുമ്പോൾ അപ്പർ റീൽ പോയിന്റ്, ഡി എത്തുമ്പോൾ ലോവർ റീൽ പോയിന്റ്. ഡി ടു ഇ എന്ന് പറയുന്നത് എന്താണ് ഹൊറിസോണ്ടൽ ലൈൻ കാണിക്കുന്നത് എന്താണ് പെർഫെക്റ്റ് പ്ലാസ്റ്റിക് ആണ് അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈൽഡിംഗ് എന്ന് പറയും, ഈൽഡിംഗ് റീജിയൻ എന്ന് പറയും. ഇ ടു എഫ് എന്താണ് സ്ട്രെയിൻ ഹാർഡനിങ് ആണ്. ക്ലിയർ? ഇ എന്ന് പറയുന്ന ബിഗിനിങ് ഓഫ് സ്ട്രെയിൻ ഹാർഡനിങ് ആൻഡ് എഫ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ്, ഏറ്റവും ഉയരത്തിലുള്ള അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ്. എന്താണ് കുന്നിന്റെ പീക്കാണ്. അവിടെ നിന്ന് ജി വരെയുള്ള ദൂരമാണ് നെക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ജി എന്താണ് ഫ്രാക്ചർ പോയിന്റ് ആണ്. O to A നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ, ഇറ്റ് ഒബേസ് ഹൂക്സ് ലോ. ആൻഡ് B to F എന്ന് പറയുന്ന പെർമനന്റ് ഡീഫോർമേഷൻ നടക്കുന്ന പെർമനന്റ് റീജിയൻ. ക്ലിയർ? ആൻഡ് F to G എന്ന് പറയുമ്പോൾ നെക്കിംഗ് ആണ്. ഓക്കെ, F to G എന്ന് പറയുമ്പോൾ എന്താണ് നെക്കിംഗ് ആണ്. അപ്പൊ എല്ലാവരും പിടി കിട്ടിയല്ലോ. അപ്പൊ ഇത് ഡയഗ്രാം വരച്ച് പഠിക്കുക, പോയിന്റുകൾ ഇതുപോലെ എഴുതി പഠിക്കുക. ക്ലിയർ? ഇത്രയേ ഉള്ളൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽഡ് സ്റ്റീൽ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് നോക്കാം. The elastic limit is the maximum stress a material can withstand before it permanently deforms. Okay, when a material is stressed below its elastic limit, it will return to its original shape when the stress is removed. എന്താണ്? Okay, it is a stress corresponding to the minimum value of force up to which deformation entirely disappears on the removal of force. അതായത് ഒന്നുമില്ല, നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മെറ്റീരിയലിന്, അതായത് ഒരു മെറ്റീരിയലിന് നമ്മൾ കുറേയൊക്കെ നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് ഡീഫോം ചെയ്യുമെങ്കിലും ടെമ്പററിലേ ഡീഫോം ചെയ്യുള്ളൂ. അതായത് ആ ലോഡ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് പഴയപടി എത്തും, ആ ഡീഫോമേഷൻ മാറി പഴയപടി എത്തും. പക്ഷേ ഒരു പരിധിയിൽ കടന്ന് നമ്മൾ എന്താണ് നമ്മൾ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ലോഡ് കൊടുത്ത് സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് പിന്നെ ടെമ്പററി ഡീഫോമേഷൻ അല്ല, അത് പെർമനന്റ് ഡീഫോമേഷൻ. അതായത് ഒരിക്കലും പഴയതുപോലെ ആവൂല. ആ പഴയതുപോലെ എന്താണ് ആകും എന്നുള്ളൊരു ഘട്ടം ഉണ്ടല്ലോ, ആ ഒരു മാക്സ്, അതായത് എന്താണ് ഇത്രയും സ്ട്രെസ് വരെ എനിക്ക് സഹിക്കാൻ പറ്റും, ഇത്രയും സ്ട്രെസ് വരെ ഞാൻ എന്താണ് ടെമ്പററിലി ഡീഫോം ആവുള്ളൂ. പക്ഷെ ഈ ഒരു സ്ട്രെസ് പോയിന്റ് കടന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തായിരിക്കും, നമ്മൾ പറയില്ല എനിക്ക് ഈ ഒരു, നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയില്ല, അതുപോലെ എനിക്ക് ഇത്രയും, ഇപ്പൊ ഞാനാണ് മെറ്റീരിയൽ എന്ന് വിചാരിച്ചോളൂ, ഞാൻ തന്നെ പറയണം എനിക്ക് എന്താണ്, എനിക്ക് ഈ ഒരു പോയിന്റ് വരെ മാത്രമേ എനിക്ക് ടെമ്പററി ഡീഫോമേഷൻ തരാൻ പറ്റൂ. അത് കഴിഞ്ഞ് ഈ ഒരു പോയിന്റ് തന്ന് നിങ്ങൾ എന്നെ എന്താണ് എനിക്ക് സ്ട്രെസ് തരികയാണെങ്കിൽ ഞാൻ എന്തായിരിക്കും, ഞാൻ പെർമനന്റ്ലി ഡീഫോമേഷൻ ആവും. പിന്നെ ആര് വിചാരിച്ചാലും എന്നെ പഴയതുപോലെ എത്തിക്കാൻ പറ്റൂല. ആ ഒരു മാക്സിമം സ്ട്രെസ്, അതായത് എനിക്ക് ടെമ്പററി അല്ലെങ്കിൽ മെറ്റീരിയലിന് ടെമ്പററി ഡീഫോമേഷൻ തരാൻ കഴിയുന്ന ആ ഒരു എന്താണ് അതുവരെ തരാൻ പറ്റൂ എന്നുള്ള ആ ഒരു അവസാനത്തെ പോയിന്റ്, ആ ഒരു മാക്സിമം പോയിന്റാണ് എന്തെന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ലിമിറ്റിന്റെ താഴെ, ആ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ താഴെ നമ്മൾ സ്ട്രെസ് ചെയ്താൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമുക്ക് ബോഡി തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു പോകുള്ളൂ. എപ്പോ ആ സ്ട്രെസ് റിമൂവ് ചെയ്ത് കളയുമ്പോൾ. അതല്ലാതെ ഇലാസ്റ്റിക് ലിമിറ്റിന് മുകളിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും പിന്നെ ആ സ്ട്രെസ് റിമൂവ് ചെയ്താലും എന്താണ്, സ്ട്രെസ് റിമൂവ് ചെയ്താലേ പറ്റൂ, പക്ഷെ സ്ട്രെസ് റിമൂവ് ചെയ്താലും എന്താണ് ഒരിക്കലും തിരിച്ച് പഴയ ഷേപ്പിൽ എത്തൂല. ഇലാസ്റ്റിക് ലിമിറ്റിന്റെ താഴെ വരെ മാത്രം നമ്മൾ എന്താണ് താഴെ നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ അത് ഇലാസ്റ്റിക് ലിമിറ്റിന് താഴെ നിന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, അത് റിമൂവ് ചെയ്യുമ്പോഴും ബോഡി പഴയതുപോലെ ആവുള്ളൂ. ക്ലിയർ? അതാണ് ടെമ്പററി ഡീഫോമേഷൻ. ക്ലിയർ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇലാസ്റ്റിക് അതൊരു സ്ട്രെസ് ആണ്. ഇറ്റ് ഈസ് ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദി ലിമിറ്റ് വാല്യൂ ഓഫ് ഫോഴ്സ് അപ് ടു വിച്ച് എന്താണ് ഡിഫോമേഷൻ എൻറ്റയർലി ഡിസപ്പിയർസ് ഓൺ മോർ ഫോഴ്സ്. എന്താണ് ഡിഫോമേഷൻ, ആ ഒരു ലിമിറ്റ് വാല്യൂ ഉണ്ട് ഫോഴ്സിന്റെ, ഇലാസ്റ്റിക് സ്ട്രെസ്സിന്റെ. അവിടം വരെ നമുക്ക്, അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്ത് അവിടം വരെ മാത്രമേ ഉള്ളൂ എന്താണ് ഈ പറയുന്ന പോലെ ഡിഫോമേഷൻ തിരിച്ച് എന്താണ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ഡിഫോമേഷൻ എൻറ്റയർലി ഡിസപ്പിയർ ആവുന്നത്, മൊത്തമായിട്ട് അങ്ങ് പോകുന്നത്. പക്ഷെ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ കൊടുത്താൽ, സ്ട്രെസ് കൊടുത്താൽ എന്ത് സംഭവിക്കും, ഡിഫോമേഷൻ പോകില്ല. ക്ലിയർ? നമ്മുടെ ഡിഫോമേഷൻ എന്താണ് പോകില്ല, അതങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് ദ മാക്സിമം സ്ട്രെസ് എ മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ബിഫോർ ഇറ്റ് പെർമനന്റ് ഡിഫോംസ്. അത് കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് ഡിഫോമേഷൻ ആണ്, പിന്നെ നമ്മൾ റിമൂവ് ചെയ്തിട്ടും കാര്യമില്ല, പെർമനന്റ്ലി ഡിഫോം ആയിട്ടിരിക്കും. പക്ഷെ അതിന് താഴെ സ്ട്രെസ് നിന്നാൽ, അല്ലെങ്കിൽ ലോഡ് അത് നിന്നാൽ മാത്രം എന്താണ്, ആ ലോഡ് കൊടുക്കുമ്പോൾ സ്ട്രെസ് വാല്യൂ അതിന് താഴെ നിന്നാൽ മാത്രമേ പഴയതുപോലെ ആവുള്ളൂ ലോഡ് മാറ്റുമ്പോൾ. When a material is stressed below its elastic limit, it will return to its original shape and the stress is removed. It is the stress corresponding to the limit value of force up to which deformation entirely disappears on removal of force. Clear? ഇനി ultimate stress എന്താണ്?
യെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന ഇലാസ്റ്റിക് ലിമിറ്റ് ഒക്കെ കടന്നുപോയി. എന്താണ് ഇതാ ഇവിടുത്തെ പോയിന്റ്, ഇത് ബി എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ്, അത് കഴിഞ്ഞാണ് പെർമനന്റ് ഡിഫോർമേഷൻ തുടങ്ങുന്നത്. എഫ് വരെ എഫ് എന്ന് പറയുന്നത്, സി ഞാൻ പറഞ്ഞു അപ്പർ ഹീൽ പോയിന്റ്, ഡി ലോവർ ഹീൽ പോയിന്റ്, ഇ എന്ന് ബിഗിനിങ് ഓഫ് സ്ട്രെയിൻ ഹാർഡനിങ്, ആൻഡ് എഫ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ്. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ്. വെച്ചാൽ എന്താണ്, എനിക്ക് പെർമനന്റ് ഞാൻ ടെമ്പററി ഡിഫോർമേഷൻ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് ഡിഫോർമേഷൻ ആയിരിക്കും. പക്ഷെ അതും കഴിഞ്ഞ് എനിക്ക് വീണ്ടും സ്ട്രെസ് തന്ന് എന്താണ്, ഞാൻ പൊട്ടിപ്പോകും അല്ലെങ്കിൽ ഞാൻ ഫെയിലായി പോകും എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ എത്തും. അതായത് ഇത് ലാസ്റ്റ് ആണ്, ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫെയിലാണ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. മറ്റേ ഇലാസ്റ്റിക് ലിമിറ്റ് അങ്ങനെയല്ല, ഇത് കഴിഞ്ഞാൽ ഞാൻ എന്താണ് ടെമ്പററി അല്ല പെർമനന്റ് ഡിഫോർമേഷൻ ആവുന്നേ ഉള്ളൂ. പക്ഷെ ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫെയിൽ ആവും. അതായത് പെർമനന്റ് ഡിഫോർമേഷനും കഴിഞ്ഞ് ആണ് എനിക്ക് ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് വരുന്നത്. ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫെയിൽ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ റപ്ചർ ആണ്. അതാണ് എന്തെന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അൾട്ടിമേറ്റ് സ്ട്രെസ് is the maximum amount of stress a material can withstand before it fails or ruptures. It is the highest point on a material stress strain curve. യെസ്, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കർവ് വരയ്ക്കുമ്പോൾ കർവിന്റെ ഏറ്റവും ടോപ്പിൽ ആ കുന്നിന്റെ മണ്ടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പീക്കിൽ നിൽക്കുന്ന പോയിന്റ് ആണ് സ്ട്രെസ് പോയിന്റ് ആണ് എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് എന്ന് പറയുന്നത്. എഫ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അവിടെ. ആൻഡ് അത് കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ഇത് താങ്ങാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ആണ്. അത് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സ്ട്രെസ് ആണ്. ഇതൊക്കെ സ്ട്രെസ് ആണ് കേട്ടോ, ഇലാസ്റ്റിക് ലിമിറ്റും അൾട്ടിമേറ്റ് സ്ട്രെസ് ഒക്കെ സ്ട്രെസ്സിന്റെ ലിമിറ്റുകളാണ്. അപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ എന്താവും, ഞാൻ ഫെയിൽ ആകും, റപ്ചറോ. ക്ലിയർ? ഇറ്റ് ഇസ് ഹൈയസ്റ്റ് പോയിന്റ് ആണ് മെറ്റീരിയൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. പിന്നെ വർക്കിംഗ് സ്ട്രെസ് എന്ന് ഞാൻ എന്താണ്, that a material can withstand without failing. It is also allowable stress or design stress. It is stress allowable to be undertaken by the material design. Yes. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ഇങ്ങനെ അൾട്ടിമേറ്റ് സ്ട്രെസ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ എന്താണ്, അത് കഴിഞ്ഞാൽ ഫെയിൽ ആയി പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് വർക്കിന് വേണ്ടിയിട്ടും പല ഡിസൈൻ വർക്കിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് വേണം, നമുക്ക് ഒരു വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഒരു സേഫ് സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നമുക്ക് വേണം. അങ്ങനെ വേണ്ടുന്ന ഒരു സ്ട്രെസ്സാണ് എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് സ്ട്രെസ്. അതായത് നമുക്കിത് മാക്സിമം സ്ട്രെസ് ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഫെയിലിയർ ആവാതെ, അതായത് അൾട്ടിമേറ്റ് സ്ട്രെസ് വരെ എത്താതെ നമുക്കൊരു സ്ട്രെസ് കൊടുക്കാം. അൾട്ടിമേറ്റ് സ്ട്രെസ് വരെ എത്താതെ, അത് എത്തരുത്, അത് എത്തുന്നതിന് മുമ്പായിട്ട് അതിന്റെ താഴെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ട്രെസ് കൊടുക്കാം. ക്ലിയർ? ആ സ്ട്രെസ്സാണ് എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് സ്ട്രെസ്. അവിടെ എന്താണ്, അത് കഴിഞ്ഞു പോയാലും ഫെയിൽ ആവില്ല, അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിയാലേ ഫെയിൽ ആവുള്ളൂ. പക്ഷെ ഈ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുന്ന സ്ട്രെസ് ആണ്. അവിടെ എത്തിയാൽ എന്താണ്, അവിടെ ഫെയിൽ ആവാതെ നിൽക്കും. ക്ലിയർ? അതിനെ നമ്മൾ വർക്കിംഗ് സ്ട്രെസ്സിന് നമ്മൾ അലോവബിൾ സ്ട്രെസ് എന്ന് വിളിക്കും. കാരണം നമുക്ക് ഇത്ര വരെ അലോ ചെയ്യാം. ഇത് കൊടുത്താലും നമുക്ക് എന്താണ്, നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം അൾട്ടിമേറ്റ് സ്ട്രെസ് കൊടുത്താലേ പൊട്ടു എന്നുള്ള പേടിയുള്ളൂ. പക്ഷെ ഇത് വർക്കിംഗ് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, ഇവിടെ വരെ പൊട്ടൂല, ഇത് ഫെയിൽ ആവാതെ നിൽക്കും, നമുക്ക് ധൈര്യമായിട്ട് പറയാം. അതിനാണ് എന്തെന്ന് പറയുന്നത്, അലോവബിൾ സ്ട്രെസ് എന്നോ സേഫ് സ്ട്രെസ് എന്നോ ഡിസൈൻ സ്ട്രെസ് ആണ്. നമ്മൾ സേഫ് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ സേഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ് ആകുമ്പോൾ നമുക്ക് ഡിസൈനിങ്ങിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന സ്ട്രെസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രെസ് അലവബിൾ ടു ബി അണ്ടർടേക്കൺ ബൈ മെറ്റീരിയൽ ഡിസൈൻ. അപ്പോൾ മെറ്റീരിയൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് വരെ കൊണ്ടുപോയി കൊടുത്ത് എന്താണ് പൊട്ടിച്ച് കളയാൻ പറ്റൂല. നമുക്ക് അതിന് താഴെ നിൽക്കുന്ന ഒരു സേഫ് ആയിട്ട് എന്താണ് ഡിസൈനിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെസ് ഉണ്ട്. അതാണ് ഡിസൈൻ സ്ട്രെസ് എന്നോ സേഫ് സ്ട്രെസ് എന്നോ അലോവബിൾ സ്ട്രെസ് എന്നോ അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ വർക്കിംഗ് സ്ട്രെസ്. ക്ലിയർ? Okay, working stress is the maximum stress that a material can withstand without failing. It is also known as allowable or safe or design stress. It is a stress allowable to be undertaken by the material design. അപ്പം എനിക്ക് ലോഡ് തന്ന് ഞാൻ സ്ട്രെസ്സായി എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ എത്തി. അതുവരെ ഞാൻ എന്താണ് ലോഡ് മാറ്റി ടെമ്പററി പോകുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞു കൊടുത്താൽ, ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു കൊടുത്താൽ ഞാൻ എന്താണ് പിന്നെ പെർമനന്റ് ഡിഫോർമേഷൻ ആണ്. വീണ്ടും തന്ന് അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിയപ്പോൾ എന്താണ്, അത് കഴിഞ്ഞ് ഞാൻ പൊട്ടി. അതുകൊണ്ട് ഞാൻ പൊട്ടു എന്നുള്ളത് കൊണ്ട് എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തുന്നതിന് മുമ്പ് എനിക്കൊരു സേഫ് സ്ട്രെസ് തന്നു. അതാകുമ്പോൾ എനിക്ക് എന്നെ ഡിസൈൻ ചെയ്യാനും എനിക്ക് അലോവബിൾ ആയിട്ടുള്ള ഒരു സ്ട്രെസ് തന്നു. ഞാൻ പൊട്ടാതെ നിലനിൽക്കാൻ, ഫെയിൽ ആവാതെ എനിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെസ് തന്നതാണ് നമ്മുടെ വർക്കിംഗ് സ്ട്രെസ്, അല്ലെങ്കിൽ ഡിസൈൻ, അല്ലെങ്കിൽ സേഫ്, അല്ലെങ്കിൽ അലോവബിൾ സ്ട്രെസ്. ഇനി ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ട്രെസ് നമുക്ക് എന്താണ് ഒരു ഫെയിലിയർ അൾട്ടിമേറ്റ് സ്ട്രെസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ എന്താണ് ഫെയിൽ ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കൊരു വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ് അല്ലെങ്കിൽ സേഫ് അല്ലെങ്കിൽ അലോവബിൾ സ്ട്രെസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതെങ്ങനെ കൊടുക്കും? അത് കൊടുക്കാനായിട്ട് നമുക്ക് ചാടിക്കയറി കൊടുക്കാൻ പറ്റൂല. അത് കൊടുക്കാനായിട്ട് നമ്മളൊരു സാധനം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ് നമുക്ക് എങ്ങനെ
അൾട്ടിമേറ്റ് സ്ട്രെസ് കൊടുക്കണമെന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഡിഫൈൻഡ്, അതെങ്ങനെ നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് ദ മെറ്റീരിയൽ സ്ട്രെങ്ത് ഓർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓർ yield strength, മെറ്റീരിയൽ സ്ട്രെങ്ത് ഓർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ഓർ ആണ് ഇവിടെ ഒരു ഓർ ഉണ്ട്. മെറ്റീരിയൽ സ്ട്രെങ്ത് ഓർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓർ yield strength ഓർ endurance strength, എല്ലാം ഒരാൾ തന്നെ. മെറ്റീരിയൽ സ്ട്രെങ്ത് എന്നോ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നോ yield strength എന്നോ endurance strength എന്നോ, endurance എന്ന് പറഞ്ഞാൽ സഹനം എന്നൊക്കെയാണ് മീനിങ്. endurance strength to the working or allowable stress, അല്ലെങ്കിൽ സേഫ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ്. ക്ലിയർ? അതായത് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് ഓർ ഡിസൈൻ സ്ട്രെസ്, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ yield സ്ട്രെസ് അല്ലെങ്കിൽ endurance strength ബൈ എന്താണ് വർക്കിംഗ് ഓർ അലോവബിൾ ഓർ സേഫ് ഓർ ഡിസൈൻ സ്ട്രെസ്. ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗ് ഡിസൈൻസിൽ ഉപയോഗിക്കും. കാരണം എന്തുകൊണ്ടാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഫെയിൽ ആകരുത് സ്ട്രക്ചേഴ്സ്. എന്ത് സ്ട്രക്ചർ ആണെങ്കിലും, ബിൽഡിംഗ് ആയിക്കോട്ടെ, ബ്രിഡ്ജ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് ഫെയിൽ ആവരുത്. അപ്പൊ അതിന് നമുക്കൊരു അത് സേഫ് ആയിട്ടും റിലയബിൾ ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് ഡിസൈനിൽ നമുക്ക് ആ അൾട്ടിമേറ്റ് സ്ട്രെസ്സും അറിയണം. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ വർക്കിംഗ് സ്ട്രെസ്സും കൊടുക്കണം. അങ്ങനെ വർക്കിംഗ് സ്ട്രെസ് നമുക്ക് കൊടുക്കണമെങ്കിൽ, എത്രയാണെന്ന് നിശ്ചയിക്കണമെങ്കിൽ, അവിടെ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന ആളാണ് സഹായിക്കുന്നത്. അതുണ്ടെങ്കിലേ സേഫ്റ്റി കിട്ടുള്ളൂ. It helps ensure that structures can withstand unexpected loads or environmental conditions. Yes. അത് മാത്രവുമല്ല, ഇപ്പൊ നമ്മളെ ലോഡ്, നമ്മുടെ സ്ട്രക്ചേഴ്സ് നമ്മൾ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്ടഡ് ലോഡ് വരും. ഫോർ എക്സാമ്പിൾ, ഒരു പാലം നമ്മൾ കെട്ടിവെച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം ഒരു കല്യാണം നടക്കുകയാണ്. അപ്പൊ കല്യാണം നടക്കുമ്പോൾ കുറേ, അല്ലാത്ത സമയത്ത് സാധാരണ ബൈക്കും സ്കൂട്ടറും കാറൊക്കെ വല്ലപ്പോഴും പോകുന്ന സമയത്ത് ഒരു കല്യാണം, അല്ലെങ്കിൽ കല്യാണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജാഥ നടക്കുകയാണ്. ജാഥ നടക്കുമ്പോൾ കുറേ ആൾക്കാർ കയറിപ്പോവും. കല്യാണം ആണെങ്കിലോ കുറേ ബസ്സും കാറും കുറേ വെഹിക്കിൾസും കുറേ ആൾക്കാരും ഒക്കെ, ടെമ്പോ ഒക്കെ വരൂലേ, ടെമ്പോ ഒക്കെ വരുമല്ലോ കല്യാണത്തിനുള്ള, അതൊക്കെ ഇങ്ങനെ കയറിപ്പോവും. ഇനി അതുമല്ല എങ്കിൽ ഇപ്പോൾ ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ പാലത്തിന്റെ താഴെ റിവർ, അപ്പം എന്താണ് മഴക്കാലത്ത് എന്ത് സംഭവിക്കും, എന്താണ് ഭയങ്കരമായിട്ടുള്ള ജലപ്രവാഹം വരും. അതും ലോഡ് തന്നെയാണ് ഇല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് പൊട്ടി അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി വന്നു കളയും. അല്ലെങ്കിൽ അതാണ് ഈ കല്യാണം, എന്താണ് റാലിയൊക്കെ. അതേസമയം എൻവയോൺമെന്റൽ കണ്ടീഷൻ എന്താണ്, ഈ പുഴയിലൊക്കെ വെള്ളം കയറുന്ന മഴ, അതൊക്കെ മഴയും അതൊക്കെ നമുക്ക് എന്താണ് ഈ എൻവയോൺമെന്റ് കണ്ടീഷനിൽ പറയാം. അങ്ങനെയൊക്കെ വരുന്നതാണ് എൻവയോൺമെന്റൽ കണ്ടീഷനും അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ലോഡ്സ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കയറി വന്നാലും എന്താണ് നമ്മുടെ പാലത്തിന്, ഞാൻ ഇപ്പൊ പാലം വെച്ചിട്ടാണ് പറയുന്നത്, എല്ലാം ഉണ്ട്, ബിൽഡിങ്ങും എല്ലാം ഇതിൽ പെടും. ഇതിനൊക്കെ എന്താണ്, ഇപ്പൊ ഫ്ലഡ് വരുമ്പോൾ ബിൽഡിംഗ് മുങ്ങൂലേ, അപ്പൊ അതൊക്കെ എന്താണ്, അപ്പോഴൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ കയറി വരുമ്പോഴും, അല്ലെങ്കിൽ പാലത്തിന്റെ മണ്ടേ കൊണ്ട് വലിയൊരു ട്രക്ക് ലോഡൊക്കെ പോകുമ്പോഴും എന്താണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ടും ഒക്കെ ലോഡ് വരുമ്പോഴും എൻവയോൺമെന്റൽ കണ്ടീഷൻസിനും എല്ലാം തന്നെ നമ്മുടെ സ്ട്രക്ചർ, അതെന്ത് സ്ട്രക്ചറോ ആയിക്കോട്ടെ, അത് സേഫ് ആയിട്ടിരിക്കണം. അങ്ങനെ സേഫ് ആയിട്ടിരിക്കാൻ, ആ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന, അതിന് സഹായിക്കുന്ന ആരാണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ക്ലിയർ? നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഉണ്ട്, ഡക്റ്റൈൽ മെറ്റീരിയൽസ് ഉണ്ട്. ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്ന് അറിയാലോ, ഇപ്പൊ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽ ഗോൾഡ് ആണ്. നമുക്ക് 1 ഗ്രാം ഗോൾഡിനെ 2 കിലോമീറ്റർ വരെ വലിച്ചു നീട്ടാന്നൊക്കെയാണ് പറയുന്നത്. ബ്രിട്ടിൽ നമ്മൾ പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽസ്. പക്ഷേ ഡക്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വലിച്ചാലും അതിങ്ങനെ വലിയും. ബെസ്റ്റ് എക്സാമ്പിൾ ഗോൾഡ് ആണ്. ഓക്കെ, എത്ര വലിച്ചാലും അത് വലിയും. ബ്രിട്ടിൽ നമ്മൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. ക്ലിയർ? അപ്പൊ FOS അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് ഓർ ഡിസൈൻ സ്ട്രെസ് ആണ് ബ്രിട്ടിൽ സ്ട്രെസ്, ബ്രിട്ടിൽ മെറ്റീരിയൽസ്. സംഭവം സെയിം തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ഡക്റ്റൈൽ മെറ്റീരിയൽസ് വരുമ്പോൾ എന്താണ്, നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സിന് പകരം ഡക്റ്റൈൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് പൊട്ടുന്നതിന് വരെ നമ്മൾ ഈൽഡ് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, ഡക്റ്റൈൽ ആയതുകൊണ്ട് അത് പൊട്ടുന്നതിന് പകരം ഈൽഡ് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, സോ FOS എന്ന് വെച്ചാൽ എന്താണ്, ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽസ് അത് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് ഓർ ഡിസൈൻ സ്ട്രെസ് ആണ്. ആൻഡ് ഫോർ എന്താണ് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണെങ്കിൽ എന്താണ് നമ്മുടെ ഈൽഡ് സ്ട്രെസ് ബൈ വർക്കിംഗ് ഓൺ ഡിസൈൻ സ്ട്രെസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, നമുക്ക് ജനറലി പറയാം അൾട്ടിമേറ്റ് ലോഡ് ബൈ സേഫ് ലോഡ് എന്ന് പറയാം. സേഫ് ലോഡും ഡിസൈൻ ലോഡും അലോബിളും ലോഡൊക്കെ ഒന്നാണല്ലോ, വർക്കിംഗ് ലോഡും ഒക്കെ ഒന്നാണ്. അൾട്ടിമേറ്റ് ലോഡ് ബൈ ഡിസൈൻ ലോഡ്, അതായത് മാക്സിമം എത്ര കൊടുത്താൽ പൊട്ടും ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കൊടുക്കാം. ക്ലിയർ? അതായത് ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം എത്ര കൊടുക്കാം, മാക്സിമം എത്ര കൊടുക്കാം, അത് കഴിഞ്ഞാൽ പൊട്ടും. അതായത് ആ കൊടുക്കുന്ന കഴിഞ്ഞാൽ അത് പൊട്ടും. അപ്പോൾ പൊട്ടുന്നത് വരെ എത്ര കൊടുക്കാം ഡിവൈഡഡ് ബൈ സേഫ് ആയിട്ട് എത്ര കൊടുക്കാം. ക്ലിയർ? അതായത് പൊട്ടുന്നത് വരെ എത്രയാണ് ഡിവൈഡഡ് ബൈ സേഫ് ആയിട്ട് എത്ര കൊടുക്കാം. ഓക്കെ, പൊട്ടുന്നത് വരെ എത്രയാണ് ഡിവൈഡഡ് ബൈ സേഫ് ആയിട്ട് എത്ര കൊടുക്കാം. ആ ഒരു റേഷ്യോ ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ക്ലിയർ? എപ്പോഴും ഫാക്ടർ ഓഫ് സേഫ്റ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. കാരണം എന്തുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വെച്ചാൽ ഇതൊരു റേഷ്യോ ആണ്. അപ്പം ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ലോഡ് ആയിരിക്കണം കൂടുതൽ, അല്ലേ? അതായത് ആ പൊട്ടുന്ന ലോഡ് ആയിരിക്കണം കൂടി നിൽക്കേണ്ടത്. അതിനേക്കാൾ കുറവ് മാത്രമേ സേഫ് ലോഡ് വരാവൂ. എന്നാൽ മാത്രമേ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാൻ പറ്റൂ. എന്നാലേ അത് സേഫ് എന്ന് പറയാൻ പറ്റൂ. റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ് അവസ്ഥ?
ഈ താഴത്തെ സേഫ് ലോഡ് ആയിരിക്കും കൂടുതൽ. അതായത് അൾട്ടിമേറ്റ് ലോഡ് കഴിഞ്ഞും പോവും സേഫ് ലോഡ്. അപ്പൊ അൾട്ടിമേറ്റ് ലോഡ് കഴിയുമ്പോൾ തന്നെ സാധനം പൊട്ടും. പിന്നെ സേഫ് ലോഡ് ഒന്നും പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ എപ്പോഴും അൾട്ടിമേറ്റ് ലോഡ് പൊട്ടുന്ന ലോഡാണ്. അതിന് താഴെ ആര് നിൽക്കാവൂ? സേഫ് ലോഡ് നിൽക്കാവും. ക്ലിയർ? അതിന് താഴെ സേഫ് ലോഡ് നിൽക്കാവും. അതുകൊണ്ടാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എപ്പോഴും അത് ഈക്വൽ ടു 1 പോലും ആവരുത്. കാരണം ഈക്വൽ ടു 1 ആയാലുള്ള പ്രശ്നം എന്താണ്? ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ലോഡും സേഫ് ലോഡും ഈക്വൽ ആണ്. ഈക്വൽ ആയി കഴിയുമ്പോൾ പ്രശ്നം എന്താണ്? സേഫ് ലോഡ് തന്നെ പൊട്ടും. സേഫ് ലോഡ് അൾട്ടിമേറ്റ് ലോഡ് ഒന്നാകുമ്പോൾ സേഫ് ലോഡ് തന്നെ പൊട്ടും. അപ്പൊ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. FOS എപ്പോഴും ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അത് നമ്മുടെ സ്ട്രക്ചർ സേഫ് ആയിട്ട് നിൽക്കുള്ളൂ. അങ്ങനെ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ലോഡ് ആയിരിക്കണം കൂടുതൽ. അതിന് താഴെ മാത്രമേ നമ്മൾ ഡിസൈനിന് കൊടുക്കുന്ന ആ ഒരു സേഫ് ലോഡ്, ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ സേഫ് ലോഡ് വരാവും. ക്ലിയർ? അപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മെറ്റീരിയൽ സ്ട്രെങ്ത് ഓർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓർ yield സ്ട്രെങ്ത് ഓർ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ടു ദ വർക്കിംഗ് ഓർ അലൗബിൾ സ്ട്രെസ്. എഞ്ചിനീയറിംഗ് ഡിസൈൻ ഒക്കെ വളരെ പ്രത്യാവശ്യമാണ്. അതിന്റെ ഒരു അത്യാവശ്യമാണ് നമുക്ക് സേഫ് ആൻഡ് റിലയബിലിറ്റി നോക്കുന്നതിന്. പിന്നെ അൺഎക്സ്പെക്ടഡ് ലോഡ്സ് വരുമ്പോൾ എൻവയോൺമെന്റൽ കണ്ടീഷൻ ഒക്കെ വരുമ്പോൾ ആ സ്ട്രക്ചർ എൻഷുർ ചെയ്യണം. ക്ലിയർ? സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് അതൊക്കെ വന്നാലും നമുക്ക് നിലനിൽക്കാൻ പറ്റുമെന്ന് എൻഷുർ ചെയ്യാം. ബ്രിട്ടിൽ മെറ്റീരിയൽസിന് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് ഓർ ഡിസൈൻ സ്ട്രെസ് ആൻഡ് ഡക്റ്റൈൽ മെറ്റീരിയൽസിന് yield സ്ട്രെങ്ത് ഓർ വർക്കിംഗ് ഓർ ഡിസൈൻ സ്ട്രെസ്. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ അൾട്ടിമേറ്റ് ലോഡ് ബൈ സേഫ് ലോഡ്. അതായത് എത്ര കൊടുത്താൽ പൊട്ടും ഡിവൈഡഡ് ബൈ സേഫ് ആയിട്ട് എത്ര കൊടുക്കാം. അതാണ് ഒരു കൂടെ, എത്ര കൊടുത്താൽ പൊട്ടും ഡിവൈഡഡ് ബൈ സേഫ് ആയിട്ട് എത്ര കൊടുക്കാം. അതാണ് അൾട്ടിമേറ്റ് ലോഡ് ബൈ സേഫ് ലോഡ്. എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഈക്വൽ ടു ആവരുത്, ലെസ് ദാനും ആവരുത്. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. കാരണം അൾട്ടിമേറ്റ് ലോഡ് ആയിരിക്കണം കൂടി നിൽക്കേണ്ട. അതിന് താഴെ ഡിസൈൻ ലോഡ് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രെസ് പഠിച്ചു, അതിന്റെ ഡെഫിനിഷൻ, യൂണിറ്റ്, ഫോർമുല പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്, ടെൻസൈലും കംപ്രസീവും പഠിച്ചു. പിന്നെ ഷിയറും ടോർഷനൊക്കെ നമ്മൾ ഇനി, ടോർഷണൽ സ്ട്രെസ് ഒക്കെ നമ്മൾ ഇനി പഠിക്കും. ഇനി ഈ എന്താണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ ഇനി നമ്മൾ വരുന്ന മോഡ്യൂൾസിൽ പഠിക്കും. അതിനുശേഷം സ്ട്രെയിൻ പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിനും പഠിച്ചു. ദെൻ വി ഹാവ് എന്താണ് നമ്മുടെ ഹൂക്സ് ലോ, രണ്ടുപേരും ബന്ധപ്പെടുത്തി എന്താണ് പ്രൊപ്പോർഷണൽ വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുവരെ എന്താണ് ഹൂക്സ് ലോ എന്താണ്, അതുണ്ടെങ്കിലേ ഹൂക്സ് ലോ ആപ്ലിക്കബിൾ ആവുള്ളൂ. അവിടെ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ് കിട്ടി. അതിനും സ്ട്രെസിന്റെ അതേ ഡയമെൻഷൻ, അതേ യൂണിറ്റ് ആണ്. ആക്ച്വലി സ്റ്റിഫ്നെസ് ആണ്, മെറ്റീരിയലിന്റെ സ്റ്റിഫ്നെസിന്റെ മെഷർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ സ്ട്രെസ് ഫോർ എ യൂണിറ്റ് സ്ട്രെയിൻ കോസിംഗ് യൂണിറ്റ് സ്ട്രെയിൻ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാമിനെ പറ്റി വളരെ വിശദമായിട്ട്, ഒറിജിൻ അതിന്റെ എക്സ് ആക്സിസിലെ സ്ട്രെയിനും വൈ ആക്സിസിലെ സ്ട്രെസ്സും, OA അറിയാലോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. BCDEF ഓരോ റീജൻസ്, ലീനിയർ ഇലാസ്റ്റിക് റീജൻ, പിന്നെ പ്ലാസ്റ്റിക് റീജൻ, strain hardening necking, അതായത് proportional limit, elastic limit, upper yield point, lower yield point, the beginning of strain hardening, ultimate stress point, rupture, അതെല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് പഠിച്ചു, അപ്പർ സ്ട്രെസ് അൾട്ടിമേറ്റ് സ്ട്രെസ് ലിമിറ്റ് എന്താണെന്ന് പഠിച്ചു. ഇതൊക്കെ സ്ട്രെസിന്റെ ലിമിറ്റ് ആണ്. പിന്നെ വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ സേഫ് സ്ട്രെസ് എന്താണെന്ന് പഠിച്ചു. അല്ലെങ്കിൽ ഡിസൈൻ എന്നോ അലോബിളെന്നോ എന്തുകൊണ്ടോ പറയാം. ഇതിനെ നമുക്ക് അൾട്ടിമേറ്റ് മെറ്റീരിയൽ എന്നോ അൾട്ടിമേറ്റ് എന്നോ yield എന്നോ എൻഡ്യൂറൻസ് എന്നോ പറയാം. പിന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണെന്ന് പഠിച്ചു. അത് ബ്രിട്ടിൽ മെറ്റീരിയൽസ് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് ഓർ ഡിസൈൻ, ഡക്റ്റൈലിന് yield സ്ട്രെസ് ബൈ വർക്കിംഗ് ഓർ ഡിസൈൻ സ്ട്രെസ്. ഓക്കെ, എല്ലാം സെയിം തന്നെയാണ്. അതായത് പൊട്ടുന്ന മെറ്റീരിയൽസിനനുസരിച്ച് ഈ ടേംസ് മാറുന്നേ ഉള്ളൂ. സംഭവം എല്ലാം സെയിം ആണ്. പൊട്ടുന്നത് വരെയുള്ള എന്താണ് സ്ട്രെസ് എത്ര അല്ലെങ്കിൽ ആ ലോഡ് എത്ര ഡിവൈഡഡ് ബൈ എന്താണ് സ്ട്രെസ് മാത്രമല്ല, നമുക്ക് ലോഡും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ലോഡും ഇങ്ങനെ തന്നെയാണ്. അൾട്ടിമേറ്റ് ലോഡ് ബൈ സേഫ് ലോഡ് എന്ന് പറയാം. അതാണ് FOS. അത് വെച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്ലിയർ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇപ്പം ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 വന്നോ 2.5 എന്നൊക്കെ പറഞ്ഞ് തരും. എന്തായാലും ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ഈക്വൽ ടു ആവരുത്, ലെസ്സും ആകരുത്. ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം എപ്പോഴും FOS ഫോർ ദ സേഫ്റ്റി. കാരണം അൾട്ടിമേറ്റ് ലോഡ് ബൈ ഡിസൈൻ ലോഡ്, അതായത് പൊട്ടുന്നത് വരെയുള്ള ലോഡ് എത്ര ഡിവൈഡഡ് ബൈ സേഫ് ആയിട്ട് എത്ര കൊടുക്കാം. അതാണ് FOS. ക്ലിയർ? സോ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും മതി. ടോപ്പിക്സ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സബ്ജക്റ്റിനെ പറ്റി ഒരു ഓവറോൾ വ്യൂ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. തുടക്കം തൊട്ടേ നല്ല ക്ലിയർ ആയിട്ട് തിയറി കോൺസെപ്റ്റ് മനസ്സിലാക്കി, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട്, സ്കീമിനകത്ത്, അതൊക്കെ മനസ്സിലാക്കി പഠിച്ചോളുക. ക്ലിയർ? എന്നിട്ട് മാക്സിമം ന്യൂമറിക്കൽസ് പഠിച്ചതിന് ശേഷം, ഓരോ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ചെയ്ത് വരിക. ക്ലിയർ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.